പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ബാധ്യതകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാകണമെന്നാണ്. അല്ലാഹുവിങ്കൽ ബാധ്യതകളെ സംബന്ധിച്ച് ചോദ്യമുണ്ടെന്നാണ്. നമ്മുടെ നാട്ടിൽ ചെന്നാൽ പലരും കൈ ഉയർത്തിയിട്ട് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നാ പറയാറ്. ഇവിടെ അങ്ങനെ പറയാൻ ആർക്കും ധൈര്യമില്ല, അൽഹംദുലില്ലാഹ്. എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ, എവിടെയും ചോദിക്കാൻ അല്ലാഹു ഇല്ലേ? അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യമില്ലേ? അതുപോലെ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ചോദ്യം ചെയ്യപ്പെടാത്തവൻ അല്ലാഹു മാത്രം. സൃഷ്ടികളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഈ തത്വത്തിലൂടെ മനുഷ്യനെ സംസ്കരിക്കുകയല്ലേ ഖുർആൻ, മനുഷ്യനെ ഭക്തിയുള്ളവനാക്കുകയല്ലേ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ ഖുർആനിന്റെ പ്രചാരകന്മാരിൽ, പ്രവർത്തകന്മാരിൽ ഉന്നതമായ പദവിയിലുള്ളവരല്ലേ സഹാബത്ത്. അവരുടെ മനസ്സ് വളരെ ക്ലിയർ അല്ലേ? ഇന്നല്ലദീന യഖുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക അല്ലദീന അംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. തഖ്വക്ക് വേണ്ടി അല്ലാഹു തആല സെലക്ട് ചെയ്തെടുത്ത ഹൃദയമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ അദബ് കാണിച്ച് അവിടുത്തെ സദസ്സിൽ വെച്ച് പതുക്കെ സംസാരിക്കുന്ന സഹാബത്ത്. സുബ്ഹാനല്ലാഹ്. അവരോട് തുടർന്ന് വരുന്ന താബീങ്ങൾ, താബിഉത്താബീങ്ങൾ തുടങ്ങിയിട്ട് ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരില്ലേ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളില്ലേ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരില്ലേ, ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹത്തുക്കളായ സാലിഹീങ്ങളില്ലേ, അവരുടെ സംസ്കരണം നിങ്ങളൊന്ന് നോക്കൂ. ഇമാം അബൂ ഹനീഫ കടം കൊടുക്കാനുള്ള മനുഷ്യൻ കൊടുക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ തെരഞ്ഞു വന്നതാണ് വീട്ടിന്റെ സമീപത്ത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അറിയാതെ ചെരുപ്പ് കൊണ്ട് നജസിൽ ചവിട്ടിപ്പോയി. കാലൊന്ന് കുടഞ്ഞപ്പോൾ നജസ് വന്ന് തെറിച്ചത് ആ കടം തരാനുള്ള മജൂസിയുടെ വീട്ടിന്റെ വളപ്പിന്റെ മതിലിലാണ്. വീട്ടിന്റെ മതിലല്ല, വീട്ടുവളപ്പിന്റെ മതിലാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ഇത് വൃത്തിയാക്കൽ എന്റെ കടപ്പാടല്ലേ? എന്റെ രഹസ്യവും പരസ്യവും എന്റെ രാജാവ് അറിയുന്നില്ലേ? ഇത് വൃത്തിയാക്കൽ എന്റെ കടപ്പാടല്ലേ? ഞാൻ കാല് കുടഞ്ഞിട്ടല്ലേ തെറിച്ചിട്ടുള്ളത്? സുബ്ഹാനല്ലാഹ്. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, റൂമിലൊന്നായി കിടന്നുറങ്ങുന്ന സമയത്ത് മറ്റൊരാളുടെ ഉറക്കിന് ശല്യം ചെയ്യാതെ ജീവിക്കൽ നമ്മുടെ കടപ്പാടല്ലേ? അഥവാ ഒരു വ്യക്തി അത്യാവശ്യത്തിനൊന്ന് ലൈറ്റിട്ട് പോയാൽ ക്ഷമിക്കലും നമ്മുടെ കടപ്പാടല്ലേ? അതിന്റെ പേരിൽ ബഹളം കൂട്ടുന്നത് തെറ്റല്ലേ? അതിന്റെ പേരിൽ തമ്മിൽ തെറ്റുന്നത് അന്യായമല്ലേ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരീ സഹോദരന്മാരല്ലേ? ആ സഹോദര്യ ബന്ധം നമ്മൾ കാണിക്കേണ്ടതല്ലേ? അത് നമ്മുടെ റൂമിലെ ജീവിതത്തിലും ആവശ്യമല്ലേ? നമ്മുടെ തൊട്ട അയൽവാസിയുടെ വീട്ടിലേക്ക് വീട് നിർമ്മാണത്തിനൊരു വാഹനം കൊണ്ടുവരാൻ നമ്മുടെ വീട്ടിന്റെ മണ്ണിന്റെ മതില് ഒരൽപ്പം ചെത്തിക്കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പറഞ്ഞാൽ അത് നമ്മളങ്ങ് ചെയ്തു കൊടുക്കേണ്ടതല്ലേ? നേരെ മറിച്ച് അങ്ങനെ ലോറി കയറണ്ട എന്നുള്ള വാശിക്കാരാകാൻ പാടുണ്ടോ? നമ്മൾക്ക് അയൽവാസികളോട് കടപ്പാടില്ലേ? നമുക്ക് കുടുംബങ്ങളോട് കടപ്പാടില്ലേ? ദുർബലന്മാരോട് കടപ്പാടില്ലേ? നമുക്ക് എല്ലാ സമൂഹത്തോടും കടപ്പാടില്ലേ? കടപ്പാട് നിർവഹിച്ച് ജീവിക്കേണ്ടതില്ലേ? ഈ ബോധം നമ്മുടെ മനസ്സിൽ വളർത്തേണ്ടതില്ലേ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത് പിന്നെ എനിക്ക് സംഖ്യ അയാള് കടം തരാനുണ്ടല്ലോ എന്നതല്ല, ഇദ്ദേഹത്തിന്റെ മതിൽ വൃത്തിയാക്കലിന്റെ കടപ്പാടല്ലേ? മഹാനവറുകൾക്ക് എത്തും പിടിയുമില്ല. ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ മതിലിന് ചെന്ന് ഗേറ്റിന് പോയി മുട്ടുകയാണ്. അദ്ദേഹം ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ കാണുന്നത് സംഖ്യ കിട്ടാനുള്ള പണ്ഡിതൻ ഗേറ്റിന്റെ സമീപത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പേടിച്ചുകൊണ്ട് ലജ്ജയോടെ ഞാൻ സംഖ്യ എത്തിക്കാൻ വൈകിപ്പോയി, ക്ഷമിക്കണമെന്ന് കാരണം ബോധിപ്പിക്കുകയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ അതല്ല പ്രശ്നം, അതിനേക്കാൾ വലിയ പ്രശ്നം വേറുണ്ടായിട്ടുണ്ട്. വേറെന്താ പഠിച്ചവനെ പ്രശ്നം? മോനെ വാ, അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു കൊടുക്കുന്നു, കണ്ടോ നീ നിന്റെ മതിലിന്റെ മേലെ നജസ് തെറിച്ചത് കണ്ടോ? അതെങ്ങനെയാ തെറിച്ചതെന്നറിയാമോ? നിന്നെയും നോക്കി ഞാൻ വരുന്ന സമയത്ത് എന്റെ ചെരുപ്പ് കൊണ്ട് നജസിൽ ചവിട്ടിപ്പോയപ്പോ ആ കാല് ഞാൻ കുടഞ്ഞപ്പോൾ നജസ് തെറിച്ചു. അതെങ്ങനെയാ വൃത്തിയാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചുരണ്ടിയാൽ നിന്റെ മതിലിന്റെ തേപ്പ് പോകും, കഴുകിയാൽ അതിന്റെ പെയിന്റ് ഇളകി പോകും. അത് വൃത്തിയാക്കാൻ ഒരു മാർഗം നീ എനിക്ക് പറഞ്ഞു തരണം. ഈ മജൂസി അവിടെ വെച്ച് ചിന്തിക്കുന്നു, ഇതെന്തൊരു സംസ്കാരമാണ്, ഇതെന്തൊരു സംസ്കരണമാണ്, ഇതെന്തൊരു നേതാവാണ്, ഇതെന്തൊരു പണ്ഡിതനാണ്, ഇതെന്തൊരു ആശയമാണ്.
ഈ ആശയത്തിൽ ഈ മഹാനെ എത്തിച്ചത് എന്താണ്? അത് പരിശുദ്ധ ഖുർആനല്ലേ? ആ ഖുർആൻ വിവരിച്ച നേതാവല്ലേ? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് പഠിപ്പിച്ച ആശയമല്ലേ? അത് ഖുർആനിലൂടെയല്ലേ? സുബ്ഹാനല്ലാഹ്. ആ മജൂസി ചിന്തിക്കുന്നു, ഞാനാണെങ്കിൽ എന്താണ് ചെയ്യുക? നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? നമുക്ക് സംഖ്യ തരാനുള്ളവന്റെ മതിലിന്റെ മേലെ നമ്മളെ കാലുമേൽ നജസായിട്ട് കൊടയുമ്പോ ധരിച്ചാൽ നമ്മളാണ് എന്താ ചെയ്യാ? തിരിഞ്ഞും വന്നൊക്കെ നോക്കൂ, ആരോ കാണുന്നുണ്ടോ നോക്കൂ. ആരും കാണുന്നില്ലെങ്കിൽ ആരോടും പറയണ്ട അല്ലേ? മൂടി വെക്കൂലേ? ഇല്ല, മൂടി വെച്ചില്ല. നമ്മളെ കൂട്ടത്തിൽ പ്ലെയിനിൽ കയറിയാൽ പോലും എന്തെങ്കിലും പറിച്ചെടുക്കണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരില്ലേ? നിങ്ങളെ സാഹസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബസ്സിൽ കയറിയാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിടണം എന്ന് ചിന്തിക്കുന്നവരില്ലേ? കക്കൂസ് കയറിയാ വൃത്തികേട് എഴുതി വെക്കുന്ന മാനസിക രോഗികളില്ലേ? ഇന്നാലില്ലാഹി. മനുഷ്യന്റെ സംസ്കരണത്തിന്റെ കുറവല്ലേ? സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ എവിടെയും രഹസ്യവും പരസ്യവും ഒരുപോലെ നന്നാകേണ്ടതില്ലേ? സുബ്ഹാനല്ലാഹ്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പ്രസംഗകൻ മാത്രമല്ല, പിന്നെയോ പ്രവർത്തിക്കുന്ന പണ്ഡിതനാണ്. പ്രസംഗിക്കാൻ ആർക്കും കഴിഞ്ഞേക്കും, പ്രവർത്തിക്കുന്നവനല്ലേ യഥാർത്ഥത്തിൽ പണ്ഡിതൻ. ഇന്നൽ ഫഖീഹു വൽ ഫഖീഹു ബി ഫിഅലിഹി ലൈസൽ ഫഖീഹു ബി നുത്ഖിഹി വ മഖാലിഹി وكذا الرئيس والرئيس بخلقه ليس الرئيس بقومه ورجاله وكذا الغني والغني بنفسه ليس الغني بماله وجماله. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, മോനെ, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ, പ്രസംഗിക്കുന്നവനല്ല. പ്രസംഗിക്കാൻ ആർക്കും തൊള്ളയുണ്ടെങ്കിൽ കഴിഞ്ഞേക്കും, പക്ഷേ വ്യക്തി ജീവിതത്തിലാണ് വിശുദ്ധി വേണ്ടത്. അതുപോലെ നേതാവെന്ന് പറഞ്ഞാൽ കുറെ അനുയായികൾ ഉള്ളവനല്ല, സ്വഭാവം നല്ലവനാണ് നേതാവ്. ഐശ്വര്യമുള്ളവനെന്ന് പറഞ്ഞാൽ വലിയ പണക്കാരല്ല, പണമുള്ളത് കൊണ്ട് മനസ്സമാധാനം കിട്ടണമെന്നില്ല. മനസ്സമാധാനമുള്ളവനാണ് ഐശ്വര്യമുള്ളവൻ. ഓ സഹോദരന്മാരെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുഖ്ലിസായ പണ്ഡിതന്മാരെ നേതാവാണ് കേട്ടോ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ മജൂസി ചിന്തിക്കുന്നു, ഞാനാണെങ്കിൽ കള്ളി ആരോടും പറയില്ല, എന്നാ പോകട്ടെ, അഥവാ ആരെങ്കിലും കണ്ടാലോ, നജസ് തെറിച്ചതും തെറിപ്പിച്ചതും കണ്ടാലോ. മജൂസി ചിന്തിക്കുന്നു, ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? ന്യായം പറയും. നമ്മളാണ് ന്യായം പറയൂലേ? എടോ, നിന്റെ ഈ വീട്ടുവളപ്പിന്റെ മതിലിൽ നജസ് തെറിച്ചത് കണ്ടു. എങ്ങനെയാ തെറിച്ചതെന്നറിയോ? എങ്ങനെ തെറിച്ചത്? ഞാൻ നിന്റെ വീട്ടിലേക്ക് നീ സംഖ്യ തരാത്തത് കൊണ്ട് അവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിന്നെ നോക്കി വന്നതാണ്. ഞാൻ വരുന്ന വരവിൽ നജസിൽ കാലുകൊണ്ട് ചെരുപ്പ് കൊണ്ട് ചവിട്ടിപ്പോയി. ഞാൻ കാല് കുടഞ്ഞപ്പോൾ ചെരുപ്പ് കൊണ്ട് ചവിട്ടിയ കാല് കുടഞ്ഞപ്പോൾ നജസ് ആ മതിലിൽ തെറിച്ചു. ഈ എന്റെ കാലിൽ നജസാകാനുള്ള ഉത്തരവാദി ആരാണ്? നീയാണ്. കാരണം നിന്റെ വീട്ടിന്റെ പരിസരം വൃത്തിയാക്കേണ്ടത് ഞാനല്ല, അത് നീയാ. നിന്റെ വീട്ടിന്റെ പരിസരം വൃത്തിയാക്കാത്തതിന് ഉത്തരവാദി ഞാനാ. എത്ര സർക്കാർ ചെലവഴിച്ചിട്ട് ഇതാ നിങ്ങൾ വസ്തുക്കള് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇന്ന തൊട്ടിയിലിടണമെന്ന് പറഞ്ഞാലും പിന്നെയും വേസ്റ്റ് സാധനം ആരും കാണാണ്ട് റോട്ടുമ്പിൽ വലിച്ചെറിയുന്ന മനുഷ്യന്മാരില്ലേ? സുബ്ഹാനല്ലാഹ്. തഹൂറു ശത്റുൽ ഈമാൻ. വൃത്തി എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ്. എത്ര ആളെ വിസ പോയി. എന്താ കാരണം? ആരായതിനെതിരായി പ്രവർത്തിച്ചത്? കൊതു പ്രവർത്തിച്ചതിന്റെ പേര് അല്ലേ? നമ്മുടെ നാട്ടില് ഇപ്പൊ അടുത്തല്ലേ അൽഹംദുലില്ലാഹ് കൊതുവിന്റെ പ്രവർത്തനം കൊണ്ടാണെങ്കിലും പല സ്ഥലത്തും ബസ് സ്റ്റാൻഡ് ഒക്കെ വൃത്തിയായി പോയി. ഞാൻ പറഞ്ഞു വരുന്നത് വൃത്തി, ശുദ്ധി വലിയ വിഷയമാണത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മൻ നദഫ സൗബുഹു ഖല്ല ഹമ്മുഹു വമൻ താബ റിഹുഹു സാദ അഖ്ലുഹു. വസ്ത്രം നീറ്റായാൽ മുഷിപ്പ് കുറയും, നല്ല പരിമളമുണ്ടാകുന്ന വാസനയായാൽ അതേ ബുദ്ധി വർദ്ധിക്കും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നിങ്ങൾ കാണുന്നില്ലേ ഈ നാട്ടിലുള്ള മാന്യന്മാരായ ജനങ്ങളുടെ ജീവിതം? നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തിയത് വൃത്തിയുടെ കാരണം നീയല്ലേ?
ന്യായം പറയും. രണ്ടാമതായി നിന്റെ വീട്ടിന്റെ പരിസരത്ത് വെച്ച് എന്റെ കാലിൽ എന്റെ ചെരുപ്പിൽ നജസായതിന്റെ ഉത്തരവാദി ഇവിടെ വൃത്തിയാക്കാത്തതുകൊണ്ട് നീയാണ്. രണ്ടാമതായി എനിക്ക് നിന്റെ വീട്ടിന്റെ പരിസരത്ത് വരേണ്ടതില്ല, വരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് നീയാണ്. കാരണം വാങ്ങിയ സംഖ്യ കൃത്യമായി കൊണ്ടുവന്ന് തരാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. അതിനാൽ എന്റെ ചെരുപ്പിന്റെ മേലെ നജസായതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയാണ്. അതിനാൽ നിന്റെ മതിൽ വൃത്തിയാക്കണമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ വൃത്തിയായിക്കോളൂ. എന്റെ ചെരുപ്പിങ്ങോട്ട് വൃത്തിയാക്കി തരണം, എന്റെ സംഖ്യ ആദ്യം അടക്കുകയും വേണം. ഇതല്ലേ നമ്മളാണെങ്കിൽ ന്യായം പറയുക. പക്ഷേ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കുക, നിന്റെ കഠിന ശത്രുറ്റ മിത്രമായി മാറും. അത് വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രം കഴിയുന്ന സ്വഭാവമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മോനെ നിന്റെ ഈ മതിൽ ഞാൻ വൃത്തിയാക്കി തരാം. അതെങ്ങനെ വൃത്തിയാക്കണമെന്ന് അതിനൊരു മാർഗം എനിക്ക് നീ പറഞ്ഞു തരണം. ചുരണ്ടിയാൽ അതിന്റെ തേപ്പ് പോയി പോകും, കഴുകിയാൽ അതിന്റെ പെയിന്റ് പോയി പോകും. അതിനാൽ വഴിയൊന്ന് പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ മജൂസി ഈ മഹാനെ സംബന്ധിച്ച് ചിന്തിക്കുന്നു, ഇതെന്തൊരു സംസ്കാരമാണ്, ഇതെന്തൊരു സംസ്കരണമാണ്, ഇതെന്തൊരു സൽസ്വഭാവമാണ്, ഇതെന്തൊരു വിശാല മനസ്ഥിതിയാണ്, ഇതെന്തൊരു വിജ്ഞാനമാണ്. സുബ്ഹാനല്ലാഹ്. ആ മജൂസിയുടെ മനസ്സിൽ ഈമാനിന്റെ നൂറ്, ഈമാനിന്റെ പ്രകാശം കടക്കാൻ കാരണമായി പോയി. ആ മജൂസി പറയുന്നു, ഇമാം അബൂ ഹനീഫ, ഈ മനസ്ഥിതി, ഈ സംസ്കരണം എന്റെ മനസ്സിൽ ഒന്ന് ലഭിക്കണം, ഈ വെളിച്ചം എനിക്കും ലഭിക്കണം. അതിന് നിങ്ങളെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ എന്നെയും ഒന്ന് ചേർത്ത് എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണേ. അതിന് നിങ്ങളെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അംഗമാകാൻ മെമ്പർഷിപ്പ് വേണമല്ലേ? നിങ്ങളെ മെമ്പർഷിപ്പ് ഞാനിതാ സ്വീകരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി മജൂസി മുസ്ലിം ആകുന്നു. പറയുന്നു, ഓ ഇമാം അബൂ ഹനീഫ, അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരുവനായി എന്നെയും ഒന്ന് വളർത്തിയെടുക്കണേ, എന്റെ മനസ്സും സംസ്കരിക്കണേ. സഹോദരന്മാരെ, അല്ലേ പണ്ഡിതന്മാരല്ലേ സംസ്കരണ പ്രവർത്തന രംഗത്ത് മുൻപിൽ ഉണ്ടാകേണ്ടത് അല്ലേ? പക്ഷേ ചില മഹാന്മാർ പറഞ്ഞു, അതേ പണ്ഡിതന്മാർ അവരാണ് സംസ്കരണ പ്രവർത്തന രംഗത്ത് എന്നും മുന്നിൽ ഉണ്ടാകേണ്ടത്. ത്വഹൂറായ വെള്ളം കൊണ്ടാണല്ലോ കഴുകിയാൽ വൃത്തിയാവുക. സ്വന്തം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതും അതല്ലേ ത്വഹൂറായ വെള്ളം. ത്വാഹിറായ വെള്ളമാകുമ്പോ അതിന് സ്വന്തം കഴിവില്ലല്ലോ. സ്വന്തം ശുദ്ധി ഉണ്ടെങ്കിലും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവില്ലല്ലോ. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യമല്ല. അതുകൊണ്ട് അറിവുള്ളവരുടെ നിർദ്ദേശപ്രകാരം അറിവില്ലാത്തവർ ജീവിക്കണം. അല്ലാഹുവിനെ ഭയപ്പെടുന്ന മഹാന്മാർ, അത്തരത്തിലുള്ള മഹാന്മാർ, അവരെ മുഖേനയല്ലേ മറ്റുള്ളവർക്ക് സംസ്കരണം ലഭിക്കുക. ആ സംസ്കരണമല്ലേ മുഖേനം ലഭിച്ചത്. സംസ്കരണമില്ലാത്ത പണ്ഡിതന്മാരെ സംബന്ധിച്ച് അതാ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഉപ്പിട്ടുകൊണ്ടല്ലേ പുഴുക്കുന്നത് വൃത്തിയാക്കേണ്ടത്. അതിന് ഉപ്പ് തന്നെ പുഴുത്താൽ എന്ത് ചെയ്യും? ഉപ്പിട്ടുകൊണ്ടല്ലേ പുഴുക്കുന്നത് വൃത്തിയാക്കേണ്ടത്, അല്ലെങ്കിൽ പുഴുക്കുന്നത് രക്ഷപ്പെടുത്തേണ്ടത്. ഉപ്പ് തന്നെ പുഴുത്താൽ എന്ത് ചെയ്യും എന്ന് പണ്ഡിതന്മാർ ചോദിക്കില്ലേ? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പണ്ഡിതന്മാരെ പിന്നീട് നിരന്ന് സ്വയം സംസ്കരണം ഉണ്ടാക്കാൻ ഖുർആനിലെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നാം ജീവിക്കണം. ഒന്നുകൂടി പറയട്ടെ, ആ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവരുടെ എത്ര പേരാണ് ചീത്ത പറഞ്ഞത്? മഹാനവരുടെ മറുപടി പറയാൻ പോയില്ല. അതെല്ലാം മഹാനവരുകൾ ക്ഷമിച്ചു. ഇതുപോലെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു യുഖാതിബു ലിസ്സഫീഹു ഫീ കുല്ലി ഖുബഈൻ വഅഖറഹു അൻ അകൂന ലഹു മുജീബാ യസീദു സഫാഹതൻ വഅസീദു ഇൽമാ കഊദിൻ സദഹുൽ
വിട്ടുവീഴ്ച ചെയ്യുകയാണ്. അപ്പൊ വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സാണ് മനുഷ്യന് വേണ്ടത്. ഏത് നിലയ്ക്ക് ശാരീരികമായ അക്രമമാണെങ്കിലും, അതുപോലെ അതാ മനുഷ്യന്റെ അക്രമം നാവുകൊണ്ടാണെങ്കിലും, ഏത് നിലക്കുള്ള അക്രമമാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സ്, ആ മനസ്സുള്ളവൻ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. മൂന്നാമതായി പറയുകയാണ്, സഹോദരാ അക്രമം ചെയ്തവരെ വിട്ടുവീഴ്ച ചെയ്യുക, ഇങ്ങോട്ട് ബന്ധം മുച്ചവരോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക. അതിന്റെ പുറമേ അതാ ഇങ്ങോട്ട് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കുക. വിശാലമായ മനസ്സ്. കുടുംബ ബന്ധം മുറിക്കുന്നവരാരെങ്കിലും സദസ്സിലുണ്ടോ? കുടുംബബന്ധം ഒഴിക്കുന്നവൻ അതാ സ്വർഗത്തിൽ കരുതുകയില്ല. നിങ്ങൾ എത്ര തന്നെ കരുതി പറഞ്ഞാലും കുടുംബബന്ധം മുറിച്ചവൻ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങളെ ഞാൻ പ്രത്യേകമായി പറയട്ടെ, നിങ്ങളെ കുടുംബങ്ങളിൽ ആരെങ്കിലുമായി നിങ്ങൾ പഴകി ജീവിക്കുന്നുണ്ടോ? ഈ സദസ്സിൽ പിരിഞ്ഞു പോയോടാൻ തന്നെ അല്ലാഹുവിന്റെ വഴികളെ കരുതി നിങ്ങൾ കുടുംബത്തെ ടെലിഫോൺ ചെയ്യണം കേട്ടോ. ഭാര്യമാരുമായി പഴകി ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? ദുർബലരല്ലേ സ്ത്രീകൾ വയസ്സിനോകുന്നതിൽ സ്ത്രീകളോട് വളരെ നല്ല നിലക്ക് പെരുമാറണമെന്നല്ലേ, കൂട്ടുജീവിതം നയിക്കണമെന്നല്ലേ ഖുർആനിന്റെ നിർദ്ദേശം. നിക്കാഹ് എന്ന വിഷയം തന്നെ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. നിക്കാഹ് എന്ന വിഷയം നിങ്ങൾ കണ്ടില്ലേ? രണ്ടേ രണ്ട് ഭാഗമാണല്ലോ ഖുർആൻ തസ്ബീഹിന് വേണ്ടി പഠിപ്പിച്ചത്. അതല്ലേ പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിച്ചത്. ആ വാചകത്തിന്റെ അർത്ഥം എന്താണ്? എന്റെ മകൾ ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. എന്താണ് നിക്കാഹ് ചെയ്തു തന്നു? മലയാളത്തിലുള്ള അർത്ഥം കൂട്ടിച്ചേർത്തു തന്നു. വളരെ അർത്ഥം എന്താണ്? നിങ്ങൾ രണ്ടാളും ഒന്നാണ്. ചായപ്പൊടിയും പഞ്ചസാരയും പാലും ചൂടുള്ള വെള്ളവും കൂട്ടിച്ചേർന്നപ്പോൾ എല്ലാം കൂടി പേര് ചായ എന്നാണ്. ഇനി നിങ്ങളൊരു ഫാമിലിയാണ്, ഒരു കുടുംബമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഒന്നാണ്. മറ്റൊരു വാചകം എന്താണ്? ഇസ്ലാം വെച്ചത് നിക്കാഹിന് ഖുർആനിന്റെ നിർദ്ദേശമുള്ള ഖുർആൻ പഠിപ്പിച്ച വാചകം എന്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു. ഇണ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ തുണയില്ലെങ്കിൽ എനിക്ക് പ്രസക്തിയില്ല. അല്ലേ? 1500 രൂപയുടെ ഒരു ഷൂ, അതേ അതിൽ തന്നെ ഒറ്റ ഒന്ന് നിങ്ങൾക്ക് 50 രൂപ തന്നാൽ നിങ്ങൾ വാങ്ങുമോ? ഇല്ല. കാരണം ഇണയില്ലെങ്കിൽ തുണയില്ലെങ്കിൽ എനിക്ക് പിന്നെ പ്രസക്തി. എന്നാൽ അതാ കല്യാണം കഴിക്കുന്നതോടെ ചെറുപ്പക്കാര നിന്റെ ഇണയായില്ലേ ആ പെൺകുട്ടി, പിന്നെ നീ ഇവിടെ വന്നതിന് ശേഷം എടുക്കുന്ന ഫോൺ കമ്മീഷൻ സുബ്ഹാനല്ലാഹ്, റമദാൻ മാസത്തിലെ വിളിച്ചപ്പോൾ ഭാര്യമാരെ കരയിപ്പിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? എന്റെ സദസ്സിൽ അത്ര ആളുകളില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരിക്കലും തന്നെ രൂപത്തിലായി പോകരുത്. എല്ലാവരോടും കാരുണ്യം വേണം. ഭൂമിയിലുള്ള സർവ്വസൃഷ്ടികളോട് കാരുണ്യം വേണം. ഭാര്യമാരോട് കാരുണ്യം വേണം, മക്കളോട് കാരുണ്യം വേണം. കുടുംബത്തിനാരാണോ അവരാണ് നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി. ഭാര്യമാരോട് സ്വാതന്ത്ര്യപ്പെടുത്തുന്ന അങ്ങനെ വളരെ ദൂരെ അമ്മയും പ്രതീക്ഷിച്ച് കഴിയുന്ന പാവപ്പെട്ട സ്ത്രീകളും അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന വാചകം പറയണം, സന്തോഷമുള്ള വാചകം പറയണം. ഇനി അഥവാ അവരുടെ വാചകം അല്പം പരിസമായാൽ തന്നെ അപ്പോൾ മാത്രം നാം വളരണം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ബാപ്പയും ഉമ്മയും അവരെ പൊരുത്തമില്ലാതെ സംസ്കരണമില്ല. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, തർക്കമില്ലല്ലോ. എല്ലാം കൊടുക്കുന്ന രാജാവ് അല്ലാഹുവല്ലേ. അവനല്ലാതെ ഗുണം ചെയ്യുന്നവരില്ലല്ലോ, അവനല്ലാതെ കൊടുക്കുന്നവരില്ലല്ലോ, അവനല്ലാതെ അറിയുന്നവരില്ലല്ലോ. സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം ഞാൻ നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഓരോ ആയത്ത് ഓരോ ദിവസം സംസാരിച്ചതാണ്. നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം, നിന്നിൽ നിന്ന് മാത്രം എന്നാണ് ആയത്തിന്റെ തഫ്സീറിന് പേര് കൊടുത്തത്. സഹോദരന്മാരെ, കൊടുക്കുന്നവർ അല്ലാഹു മാത്രമേ ഉള്ളൂ, തടയുന്നവർ അല്ലാഹു മാത്രമേ ഉള്ളൂ, ആരാധനക്കാരൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ഏത് സഹായവും അല്ലാഹുവിൽ നിന്നാണ്, എല്ലാം റബ്ബിൽ നിന്നാണ്. ആരിൽ നിന്ന് എന്ത് കിട്ടിയാലും അതെല്ലാം അല്ലാഹുവിൽ നിന്നാണ്. അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. ആ അല്ലാഹുവിനല്ലാതെ ആരാധനയ്ക്ക് അർഹതയില്ല.
ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന നാം മാതാപിതാക്കൾ നന്മയുടെ കാരണക്കാരാണ്, നമ്മുടെ ജീവിതത്തിന്റെ കാരണക്കാരാണ്. അതിനാൽ അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരോട് കടപ്പാട് വീട്ടണം. അവർക്ക് പ്രായമാകുമ്പോൾ വളരെ വിനയാന്യതരായി സംസാരിക്കണം. അവരെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാദനം പോലും ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞു പോകരുത് കേട്ടോ. അതാണ് അനമായ സംസാരമായിരിക്കണം. കാരുണ്യത്തിന്റെ ചെലവ് പ്രായം ചെന്ന മാതാപിതാക്കൾ പ്രത്യേകിച്ചും വീഴ്ച കൊടുക്കണമെന്നല്ലേ പറയുന്നത്. അത് നമ്മുടെ ഓർമ്മയുണ്ടാകണം. ഹജ്ജിന് പോകുമ്പോൾ പോലും മാതാപിതാക്കളുടെ സമ്മതം വേണമെന്നല്ലേ, വിദേശത്തേക്ക് വരുമ്പോൾ മാതാപിതാക്കളുടെ സമ്മതം വേണമെന്നല്ലേ. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിക്കുന്ന സമയത്ത് കഴിച്ചതിന് ശേഷം അവരെ പൊരുത്തം വേണമെന്നല്ലേ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗമെന്നല്ലേ. അതുകൊണ്ട് മാതാപിതാക്കളോട് വലിയ സ്ഥാനം, വലിയ സ്നേഹം കാണിക്കണം. എനിക്ക് ഏറ്റവും സഹവാസത്തിന് ബന്ധപ്പെട്ടവരായി ചോദിച്ചപ്പോ നിന്റെ മാതാവിനല്ലേ മറുപടി, 3 പ്രാവശ്യം ആവർത്തിച്ചല്ലേ മറുപടി, 4ാം തവണയല്ലേ അബൂബക്കറിന്റെ പിതാവെന്ന് പറഞ്ഞത്. കാരണം ഉമ്മ ദുർബലയാണ്, അതുകൊണ്ട് ഉമ്മാനോടുള്ള സഹവാസം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേസമയം ഞാൻ പറയട്ടെ, അറിവില്ലാത്ത ചില ഉമ്മമാരോ അറിവില്ലാത്ത ചില സഹോദരിമാരോ ഭാര്യമാരെ സംരക്ഷിക്കുന്നതിനും ഫസാദും പറഞ്ഞാൽ അതിനെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഭാര്യമാരോട് അക്രമം ചെയ്യുന്നവരായും ചെറുപ്പക്കാരത് പതിച്ചു പോകരുത്. മാതാവിനെയും ഭാര്യയെയും ഒരേ സമയത്ത് നിർത്തിപ്പെടുത്തണം. ഭാര്യ എന്തെങ്കിലും ഒരു ഫിത്ന ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ പെങ്ങന്മാരെ സംരക്ഷിക്കുന്നവർ അതിൽ നിന്ന് മാറി നിൽക്കരുത്. പെങ്ങന്മാരെ സംരക്ഷണം നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുത്തേക്കണം. ഏത് നന്മ നമ്മൾ ചെയ്തോ നന്മയൊന്നും നഷ്ടമല്ല, തിന്മകളൊന്നും തന്നെ നമുക്ക് ഗുണങ്ങളല്ല. ഈ ബോധത്തോടെ ജീവിക്കണം. തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയുണ്ടാക്കാൻ സഹകരിക്കരുത്, തെറ്റായ കാര്യങ്ങളിൽ സഹകരിക്കരുത്. നന്മയിൽ എല്ലാവരും പരസ്പരം സഹകരിക്കണം, സഹായിക്കണം. നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും ഉൾക്കൊള്ളണം. ഓ സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഖുർആൻ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ദുനിയാവിനെ സ്നേഹിക്കുന്നവരായി ദുനിയാവിന്റെ അടിമകളായി നാം മാറിപ്പോകരുത്. ദുനിയാവിന്റെ അടിമകളായി മാറിയാൽ അത് വലിയ അബദ്ധം സൃഷ്ടിക്കും. ദുന്യാവിന്റെ അടിമകളായി മാറിയാൽ അത് വലിയ അബദ്ധം സൃഷ്ടിക്കും. അതിനാൽ ദുന്യാവിന് അമിതമായ പ്രസക്തി നൽകരുത്. ആ പ്രസക്തി നൽകുമ്പോഴാണ് മനുഷ്യന് ഹറാമും ഹലാലും ഇല്ലാതെ സമ്പാദിക്കണമെന്ന ചിന്ത വരുന്നത്. അപ്പോഴാണ് മനുഷ്യന് അസൂയയുടെ രോഗം പിടികൂടുന്നത്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയം. ഒരു കച്ചവടം ചെയ്യുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മനസ്സിൽ മറ്റവന്റെ കച്ചവടം പൊളിയണമെന്നുണ്ടാകരുത്. തൊട്ടടുത്ത കച്ചവടം തുടങ്ങിയത് അടുത്താണ്, വലിയ നല്ല ബിസിനസ്സാണ്, എന്റേത് പുരോഗമിക്കുന്നില്ല, അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകരുത്. നമ്മുടെ ചിന്ത അവന്റേത് പുരോഗമിക്കട്ടെ, എനിക്ക് തരാൻ അല്ലാഹുവിന്റെ ഖജനാവിലുണ്ടല്ലോ, ആ റബ്ബിനോട് ഞാൻ കൂടുതൽ ചോദിക്കുന്നു. മറ്റൊരാൾക്ക് നന്മയുണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന മനസ്സ് വേണം. അതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന മനസ്സ്. സ്വന്തത്തിൽ ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ആവശ്യം നിർവഹിക്കട്ടെ എന്ന ചിന്ത, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ചിന്ത, അതുള്ളവരാണ് തഖ്വയുള്ളവർ. അതാണ് സഹാബത്തിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ വളർത്തിയെടുത്ത മഹാന്മാരുടെ പ്രത്യേകത. നിങ്ങൾ കണ്ടില്ലേ സഹോദരന്മാരെ, ഇപ്പോൾ സമയമില്ല. നോമ്പ് തുറക്കാൻ നോക്കുന്ന സമയത്ത് പോലും വെള്ളം കൊണ്ട് കൊടുത്തിട്ട് മൂത്തത്തി യുദ്ധത്തിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബത്ത് അതാ വളരെ വിഷമിക്കുമ്പോ, പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അടുത്തുള്ള വ്യക്തിക്ക് നോമ്പ് തുറക്കാൻ കൊടുക്കാനല്ലേ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളവുമായി കറങ്ങിയ വ്യക്തി ഓരോരുത്തരും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയുന്നതല്ലേ കേൾക്കുന്നത്. ചരിത്രത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയം പോരാ. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവർക്ക് നന്മ മാത്രമേ നമ്മുടെ ഖൽബിൽ ഉദ്ദേശിക്കാവൂ. ഞാൻ പാഠം പഠിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. നമ്മളെ വീട്ടിൽ നമ്മൾ കയറി ചെന്നു,
സുബ്ഹാനല്ലാഹ്, സങ്കുചിത മനസ്ഥിതിയുള്ള ചിലരുടെ സ്വഭാവം. വീട്ടിൽ കയറി ചെന്നപ്പോൾ ലൈറ്റ് ഇല്ല, കറണ്ട് ഇല്ല. നമ്മുടെ നാട്ടിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടത്തെ പോലെയല്ല, എപ്പോഴും കറണ്ട് പോയിക്കൊണ്ടിരിക്കും. കുറ്റിയാടിക്ക് അടുത്തുണ്ടായിരുന്ന ഒരു തമാശക്കാരൻ, മൂപ്പരെന്ത് ചെയ്തു, അദ്ദേഹം കറണ്ടിന്റെ കാശടക്കാൻ വേണ്ടി ഓഫീസിൽ ചെന്നു. വലിയ തിരക്കുള്ള ക്യൂ ആണ്. മൂപ്പര് നേരെ പൈസ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഉള്ളിൽ കൗണ്ടറിൽ പൈസ വാങ്ങാൻ നോക്കുന്ന വ്യക്തി പൈസ വാങ്ങാൻ വേണ്ടി കൈ നീട്ടിയ പൈസ ഇങ്ങോട്ട് വലിച്ചു കളഞ്ഞു. അദ്ദേഹം എന്താണ് ഇയാൾ തരാത്തത് നോക്കി, തരൂന്ന് പിന്നെയും കാണിച്ചു. അപ്പൊ ഇയാൾ കയ്യിൽ പൈസ ഇങ്ങനെ നീട്ടി, കൗണ്ടറിൽ ഇരിക്കുന്ന ആള് പൈസ ഇങ്ങോട്ട് കാണിക്കുമ്പോൾ പിന്നെയും പൈസ അങ്ങോട്ട് വലിച്ചു കളഞ്ഞു. 3-4 പ്രാവശ്യം ചെയ്തപ്പോ കൗണ്ടറിലുള്ള മനുഷ്യന് ദേഷ്യം പിടിച്ചിട്ട്, എന്താടാ നീ സ്വീപ്പാക്കുകയാണോ, ഇവിടെ ഒരുപാട് ആൾ ക്യൂ നിൽക്കുന്നത് കാണുന്നില്ലേ? അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങളെ കരണ്ടും ഇങ്ങനെ തന്നെയാ കളിപ്പിക്കാറ്. സുബ്ഹാനല്ലാഹ്, വിരലും പോകലുമാണ് എന്നാണ് അയാളുടെ മറുപടി. ഞാനിത് പറഞ്ഞു വന്നത്, ഇതുപോലെ നമ്മുടെ നാട്ടിൽ കരണ്ട് പോകുന്ന സ്വഭാവമുണ്ടല്ലോ. എന്നാൽ ഈ കരണ്ട് നാട്ടിൽ ചെന്ന് നോക്കുമ്പോ വീട്ടിൽ കരണ്ട് ഇല്ല. നമ്മൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ നോക്കി, അവിടെ ഒക്കെ കരണ്ട് ഉണ്ട്, നമ്മളെ വീട്ടിലില്ല. സുബ്ഹാനല്ലാഹ്, ചിലർക്ക് ദേഷ്യം പിടിച്ചുപോയി. ആരോട് ദേഷ്യം പിടിക്കുന്നു? അള്ളാഹുവിന്റെ ഖദറല്ലേ. അതങ്ങ് തൃപ്തിപ്പെട്ടാൽ ഏത് മുസീബത്തിനെയും നേരിടാൻ കഴിയില്ലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുകയല്ലേ മുഅ്മിനായ മനുഷ്യൻ വേണ്ടത്. മുഅ്മിനിന്റെ മനസ്സെപ്പോഴും അള്ളാഹുവിലല്ലേ. സന്തോഷം വന്നാൽ എന്റെ പവറാണെന്ന് അവൻ പറയില്ല, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്ഭുതകരമായ ഒരു സംഗതി കണ്ടാലോ, മാഷാ അല്ലാഹ്. ഇനി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലോ, ഇൻഷാ അല്ലാഹ്. മുസീബത്ത് വന്നാലോ, ഇന്നാ ലില്ലാഹ്. ഈമാനുള്ള മനുഷ്യന്റെ മനസ്സ് എപ്പോഴും അല്ലാഹുവിലേക്ക് തന്നെ, അവന്റെ നാവിൽ അല്ലാഹുവിന്റെ ദിക്ർ തന്നെ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന്റെ സമാധാനം അല്ലാഹുവിലേക്ക് മനസ്സ് നീങ്ങുന്നത് കൊണ്ട് തന്നെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ അതാ മറ്റുള്ള വീട്ടിലെല്ലാം കരണ്ടുണ്ട്, നമുക്ക് കരണ്ടില്ല. അവിടെ ഒക്കെ കരണ്ടുണ്ടല്ലോ, നമ്മളെ വീട്ടിലില്ല. ഇല്ല. അങ്ങനെ അയാൾ വിഷമിച്ചോണ്ടിരിക്കുമ്പോ അപ്പുറത്തെ വീട്ടിലെ കരണ്ട് ഒക്കെ അങ്ങ് പോയി. ഉടനെ സാരില്ല, ഇനി സാരില്ല, കാരണം അപ്പുറത്തെ വീട്ടിലെ കരണ്ട് ഒക്കെ പോയല്ലോ. ഈ രൂപത്തിൽ ചിന്തിക്കുന്നവനില്ലേ? ഒരു കമ്പനിയിൽ നിന്ന് ഒരാളെ പിരിച്ചുവിട്ടപ്പോ ബാക്കിയുള്ളവരെയും കൂടി പിരിച്ചുവിട്ടാലോ സമാധാനം. ഇന്നാലില്ല, അങ്ങനത്തെ മനസ്സ് നമുക്ക് ഉണ്ടാകാമോ? അം യഹ്സുദൂന നാസ്. ജനങ്ങളോട് നിങ്ങൾ അസൂയ വെക്കാൻ പാടുണ്ടോ? അല്ലാഹു ആർക്കെന്ത് കൊടുത്താലും അതിന് സന്തോഷിക്കുന്ന മനസ്സ്, രാജാവായ റബ്ബിന്റെ അധികാരത്തെ അംഗീകരിച്ചു കൊടുക്കുന്ന മനസ്സ്, രാജാവായ റബ്ബിന്റെ അധികാരപ്രകാരം അവൻ കൊടുക്കുന്നതിൽ നമ്മുടെ മനസ്സിന് കംപ്ലൈന്റ് ആണോ, നമുക്ക് എത്തിറാളാണോ? നമ്മൾ രാജാവിനെ അംഗീകരിച്ച മനസ്സല്ല. ദുന്യാവിനെ ചിന്തിക്കുമ്പോൾ, ദുന്യാവിനെ പ്രേമിക്കുമ്പോഴല്ലേ മത്സരങ്ങൾ ഉണ്ടാകുന്നത്, അപ്പോഴല്ലേ അസൂയ ഉണ്ടാകുന്നത്, അപ്പോഴല്ലേ മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാൻ തോന്നുന്നത്, അപ്പോഴല്ലേ ഹറാമായ പലതിലേക്കും മനുഷ്യൻ പോകുന്നത്. ഖുർആൻ ജനങ്ങളെ സംസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ചവർ, ഉലൈക ഹുമുസ് സിദ്ദീഖൂന വശുഹദാഉ ഇൻദ റബ്ബിഹിം. അവരാണ് യഥാർത്ഥത്തിൽ സത്യവാന്മാർ, അവരാണ് റബ്ബിന്റെ അടുക്കൽ ശുഹദാക്കൾ. ലഹും അജ്റുഹും വനൂറുഹും. അവർക്ക് അല്ലാഹുവിന്റെ പ്രതിഫലമുണ്ട്, അവർക്ക് വെളിച്ചമുണ്ട്. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ. അതേസമയം അവിശ്വാസികൾ, നമ്മുടെ ആയത്തുകളെ കളവാക്കുന്നവർ, ഉലൈക അസ്ഹാബുൽ ജഹീം. അവരതാ ജഹീമായ നരകത്തിന്റെ വക്താക്കൾ. ഇഅ്ലമൂ, ഓ ജനങ്ങളെ അറിയുവീൻ, ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബും വലഹ്വും വസീന വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ഈ ഭൗതികമായ ജീവിതം കണ്ടുപെട്ടു പോകണ്ട, ഈ ജീവിതത്തിൽ ആഡംബരം കണ്ടുപെട്ടു പോകണ്ട. ഈ ദുന്യവിയായ ജീവിതം കളിയാണ്, അത് വേണ്ടാത്ത പ്രവർത്തനങ്ങളാണ്, അലങ്കാരമാണ്.
വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. സമ്പത്തുകളിലും സന്താനങ്ങളിലും അതാ വർധനവ് ചൂണ്ടിക്കാണിച്ച് പൊങ്ങച്ചം പറയലാണ്, അതിന്റെ വർധനവ് ചൂണ്ടിക്കാണിച്ച് അഭിമാനം കൊള്ളലാണ്. പക്ഷേ നിങ്ങൾ ഓർത്തോളണം, കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബഅതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമാ. ഒരു കൃഷിക്കാരൻ, നല്ല കർഷകന്മാർ അവരെ കൃഷിസ്ഥലത്ത് ചെന്ന് നോക്കുമ്പോ കൃഷികളെല്ലാം സസ്യങ്ങളെല്ലാം വളരെ നന്നായി തൂർന്ന് വളർന്ന് അത്ഭുതപ്പെടുത്തുന്നു, സന്തോഷിപ്പിക്കുന്നു. പക്ഷേ ആ മരങ്ങളും വസ്തുക്കളൊക്കെ പിന്നീട് അതാ ഉണങ്ങി, അത് പൊടിപൊടിയായി മഞ്ഞയായി ഉണങ്ങി, പിന്നീട് പൊടിപൊടിയായി നശിച്ചു പോകുന്നു. ഈ കൃഷികളൊന്നും പിന്നെ അവിടെ കാണുന്നില്ലല്ലോ. ഇതുപോലെ ഈ ഭൗതികമായ ലോകം നിങ്ങൾ എത്ര തന്നെ കൃഷി ചെയ്ത് എത്ര തന്നെ പച്ച പിടിപ്പിച്ചാലും എത്ര തന്നെ ഭംഗിയിൽ കൊണ്ടുവന്നാലും എല്ലാം ഒരു ദിവസം നശിക്കുന്നത് തന്നെ. വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. പാരത്രിക ലോകം രണ്ട് സെക്ഷനാണ്. ഒന്നെന്താണ്? അദാബാണ്, വലിയ ശക്തിയായ ശിക്ഷയാണ്. ഭൗതിക താല്പര്യം പരിഗണിച്ച് ആഖിറത്തിന് പ്രസക്തി നൽകാതെ ജീവിക്കുന്നവരില്ലേ, സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരില്ലേ, ഖുർആൻ ഒരിക്കലും പാരായണം ചെയ്യാതെ സിനിമയും കണ്ടിരിക്കുന്നവരില്ലേ, ഹലാലായ ധാരാളം വെള്ളമുണ്ടെങ്കിലും പ്ലെയിനിൽ വെച്ചും കള്ളു കുടിക്കുന്നവരില്ലേ, മദ്യം മോന്തുന്നവരില്ലേ. സുബ്ഹാനല്ലാഹ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. മദ്യം കൈയൊഴിക്കേണ്ടതല്ലേ ചെറുപ്പക്കാരെ? ഖുർആൻ ഗൗരവത്തോടെ പറഞ്ഞില്ലേ? അത് മ്ലേച്ഛമാണെന്ന് പറഞ്ഞില്ലേ? അതേ, മദ്യപിച്ചവന്റെ സ്വഭാവം എന്താണ്? ഭാര്യയോട് പറയേണ്ടത് മാതാവിനോട് പറയില്ലേ? മാതാവിനോട് പറയേണ്ടത് ഭാര്യയോട് പറയില്ലേ? ചോദിക്കട്ടെ, കള്ള് നജസല്ലേ? മൂത്രിച്ചത് നജസായതുപോലെ, അതേ മലം നജസായതുപോലെ, അതേ ഒരു നജസ് തന്നെയല്ലേ കള്ള്? ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയില്ലേ, ഒരൽപ്പം ഛർദിച്ചതിന് വിട്ടുവീഴ്ചയുണ്ട്. എന്താണ് പറഞ്ഞത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, ഉമ്മയുടെ മുല കുടിക്കുന്ന കുട്ടി. ആ കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഇടക്കിടക്ക് ഛർദിക്കും. ആ കുട്ടിക്ക് മുല കൊടുക്കുന്ന ഉമ്മയുടെ മുലയിൽ ഛർദിയുടെ ആസർ ബാക്കിയാകും. എന്നാൽ ആ ഉമ്മ നിസ്കരിക്കുമ്പോൾ മുല കഴുകിക്കൊണ്ടിരിക്കേണ്ടതുണ്ടോ? ഫത്ഹുൽ മുഈനിൽ പറയുന്ന നജസാണെങ്കിലും വിട്ടുവീഴ്ചയുണ്ട്, കഴുകേണ്ടതില്ല. അപ്പൊ ഛർദിച്ചതിനൊരു ചെറിയ വിട്ടുവീഴ്ച ഒരു സ്ഥലത്ത് നാം കാണുന്നു. എന്നാ ചെറുപ്പക്കാരാ, നീ കുടിക്കുന്ന കള്ളുണ്ടല്ലോ, അതിന്റെ ഒരു തുള്ളിക്കും വിട്ടുവീഴ്ചയില്ല കേട്ടോ. അതിന്റെ ഷർട്ടിലായാലും നിസ്കാരം ബാത്തില് തന്നെ. ഇനി നീ ഓർത്തോളണം, അതുപോലെ ഒരു നജസ് പോലെയുമല്ല, വളരെ കടുത്ത നജസല്ലേ കള്ള്. ശാഫിഈ മദ്ഹബിലെ കിതാബുകളിൽ അങ്ങനെയല്ലേ നാം പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓർത്തോളണം, നാം ആ നജസ് കുടിയന്മാരാകരുത്. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യൻ എന്തിനു കൊള്ളും കള്ള് കുടിച്ചാൽ? വടകര റെയിൽവേ സ്റ്റേഷനിൽ മൂന്നാള് വന്നൊരു ചരിത്രം എന്റെ സ്നേഹിതൻ മഹ്മൂദ് സാഹിബ് പറഞ്ഞു. മൂന്നാളും വന്നത് എന്തിനാണ്? ഒരാളെ യാത്രയാക്കാൻ രണ്ടാള് വന്നതാണ്. വന്നപ്പോൾ ട്രെയിൻ ലേറ്റ് ആയിരിക്കുന്നു. ലേറ്റ് ആയില്ലെങ്കിലല്ലേ നമ്മുടെ നാട്ടിൽ അത്ഭുതമുള്ളൂ. സുബ്ഹാനല്ലാഹ്, പ്ലെയിൻ ഡിലേ ആയിട്ട് പണി പോയവർ എത്രയുണ്ട് നമുക്ക്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ട്രെയിൻ ലേറ്റ് ആണ്, കാത്തിരിക്കുകയാണ് കുറെ. മൂന്നാളും കുടിയന്മാരാണ്. നമ്മക്കൊന്ന് അതാ മിനുങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു പോൽ. എനിക്കതിന്റെ അർത്ഥം മനസ്സിലായില്ല. അയാൾ വിവരിച്ചൊന്ന് കള്ളുടിക്കാൻ പോകാന്നാണ് എന്റെ മകന. ഇരിക്കട്ടെ, മൂന്നാളും മിനുങ്ങി വന്നു. കുറച്ചു കഴിയുമ്പോ ട്രെയിന് വന്നു. ട്രെയിന് വന്നപ്പോ എന്താ ഉണ്ടായത്? സുബ്ഹാനല്ലാഹ്, യാത്ര പോകേണ്ടവൻ പ്ലാറ്റ്ഫോമിൽ നിന്നു. യാത്രയാക്കാൻ വന്ന രണ്ടാളും ട്രെയിനിൽ കയറി. പോകുന്ന സമയത്ത് ടാറ്റാ എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെന്നോട് എന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ സംഭവമാണുള്ളതോ ഇല്ലാത്തോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. അതല്ലേ മദ്യപിച്ചവന്റെ അവസ്ഥ. എങ്ങനെ മനുഷ്യനെ ഈ മിളയച്ച വസ്തു കയറ്റിലാക്കുന്നത്? എങ്ങനെ മനുഷ്യനതിന് ധൈര്യം വരുന്നത്? ഈമാനുണ്ടോ? അള്ളാഹു തന്നില്ലേ ചെറുപ്പക്കാരാ? ഇളനീർ വെള്ളം തന്നില്ലേ? ജ്യൂസ് തന്നില്ലേ? നിനക്ക് പച്ചവെള്ളം തന്നില്ലേ? നീ കാണുന്നില്ലേ? അതേ, അന്നനാളത്തിന് ക്യാൻസർ ആയിട്ട് വെള്ളം കുടിക്കാൻ കഴിയാത്ത രോഗികളില്ലേ?
ആമാശയത്തിന് രോഗമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരില്ലേ? അല്ലാഹു മാനമായി നമുക്ക് ഭക്ഷണം തന്നില്ലേ? റബ്ബിനോട് നന്ദി ചെയ്യേണ്ടതില്ലേ? ഒന്നുകൂടി ചോദിക്കട്ടെ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. വടകര ടൗണിലൂടെ നടക്കുമ്പോ അതാ മുനിസിപ്പാലിറ്റി തൊട്ടിയിലേക്ക് ആളുകൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലകൾ ഹോട്ടലുകാർ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ട്. അതിൽ നിന്ന് അതാ പൂച്ചയും നായയും കാക്കയും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അതാ കയറി വരുന്നു നന്നായി വസ്ത്രം ധരിക്കാത്ത ഒരു മാനസിക രോഗി. അദ്ദേഹം വന്നിട്ട് നായയും പൂച്ചയെയും തെളിച്ചോടിച്ചിട്ട് അദ്ദേഹം ആ ഇലയിൽ നിന്നൊരു ഇലയെടുത്ത് നിലത്ത് വിരിക്കുന്നു. എന്നിട്ടോ മറ്റുള്ള ഇലകളിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തുടച്ചെടുത്ത് ആ ഇലയിൽ സമാഹരിച്ചതിന് ശേഷം അദ്ദേഹം അതാതെടുത്ത് തിന്നുന്നു. ഞാനിത് കണ്ടപ്പോൾ മാനമായി ഭക്ഷണം തന്നില്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല? മാനമായി വെള്ളം തന്നില്ലേ? എനിക്കും നിങ്ങൾക്കും വെള്ളം തന്നില്ലേ? ഓ മദ്യം മോന്തുന്ന ചെറുപ്പക്കാരാ, ഹറാമും ഹലാലുമില്ലാതെ സമ്പാദിച്ച് ഭക്ഷണം കഴിക്കുന്ന സഹോദരാ, ഒരിക്കലും തന്നെ അതാ ഭക്ഷണം തന്ന രാജാവിനെ മറക്കല്ല കേട്ടോ. മാനമായി ജീവിതം തന്ന രാജാവിനെ ധിക്കരിച്ച് ജീവിക്കല്ല കേട്ടോ. പൊറുക്കാനല്ലേ റബ്ബ് റമദാൻ തന്നത്? പാപം ചെയ്തു പോയവരുണ്ടോ? കരഞ്ഞ് പറയാനുള്ള അവസരമല്ലേ ഇത്? ഖേദിക്കാനുള്ള രംഗമല്ലേ ഇത്? അതിനാൽ റബ്ബിന്റെ നിഅമത്തുകളെ സംബന്ധിച്ച് ഓർമ്മിച്ച് തെറ്റുകൾ തിരുത്തുകയല്ലേ മനുഷ്യന്റെ ബാധ്യത. അല്ലാഹുവേ, ഞങ്ങളാരും മഹാന്മാരായ അമ്പിയാക്കളെ പോലെയല്ല, മലക്കുകളെ പോലെയല്ല, അന്ത്യനാളിൽ ജീവിക്കുന്ന ചണ്ടിചവറുകളാണ്. ഞങ്ങളിൽ ആരെന്ത് തെറ്റ് ചെയ്തു പോയോ നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. സഹോദരന്മാരെ, മനസ്സല്ലാഹുവിലേക്ക് തിരിച്ചിരിക്കുമ്പോ ദുനിയാവിന്റെ ആഡംബരങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ടല്ല ജീവിതം നയിക്കേണ്ടത്. ജ്ഞാനികളോട് ഉണർത്തുന്നു. നമ്മുടെ സിറാജിലെ പത്രം ഇപ്പോൾ കണ്ണൂരിലും കോഴിക്കോടും, അതേ കൊച്ചിയിലും കോഴിക്കോടും, അതുപോലെ ദുബായിലും തിരുവനന്തപുരത്തും എല്ലാം എഡിഷൻ തുടങ്ങി വളരെ നന്നായി പുറത്തിറങ്ങുകയാണല്ലോ നമ്മുടെ സിറാജിന്റെ പത്രം. ഇന്നത്തെ ഈ സദസ്സിന്റെ റിപ്പോർട്ട് അടക്കം, ചിത്രമടക്കം നിങ്ങളുടെ സദസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ പത്രത്തിലുള്ള വാർത്തകളൊക്കെ മനസ്സിലാക്കുകയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നാം സഹകരിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോടെല്ലാവരോടും ഉണർത്തുകയാണ്. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ, നല്ലതിന്റെ പ്രചാരകരാകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിക്കുന്നതിന് പകരം മനുഷ്യനെ ക്ഷണിക്കുന്നത് പാരത്രികളോടത്തേക്കാണ്. ആ ലോകത്തെ കുറിച്ച് ഉറപ്പ് പറയുകയാണ്. അവിടെ പാരത്രിക ലോകത്തൊരു ഭാഗത്ത് ശിക്ഷയുണ്ട്, അതേ സമയത്ത് അല്ലാഹുവിന്റെ പൊറുക്കലുണ്ട്. ഖേദിച്ച് മടങ്ങുന്നവർക്ക് അല്ലാഹു പൊറുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ സംതൃപ്തിയുമുണ്ട്. ഭൗതികമായ ജീവിതം അതൊരു വഞ്ചന മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതത്തിൽ നിലനിൽക്കില്ല കേട്ടോ. നിലനിൽക്കുന്ന ജീവിതം കുതിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കണം. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ പൊറുക്കലിലേക്ക് ജാഗരൂകരായി വരുവീൻ. വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. ഇതുപോലെ ഇടുങ്ങിയ ലോകമല്ല, ഇതുപോലെ സൂര്യന്റെ ചൂട് കൊണ്ട് വിയർക്കുന്ന രംഗമല്ല. അവിടെ അതാ ഒരു ശബ്ദ കോലാഹലങ്ങളില്ല, ആരും തന്നെ ശത്രുക്കളില്ല, ആരും തന്നെ ചീത്ത പറയാനില്ല, പ്രായം വർദ്ധിക്കലില്ല, അതേ ഭംഗി തകർന്നു പോകലില്ല, സന്തോഷം മാത്രമുള്ള ലോകം. ആ ലോകം തന്നെ അത് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയുകയാണ്. അള്ളാഹുവിലും
അവന്റെ മുസ്ലിമീകളിലും വിശ്വസിച്ചവർക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ്. അത് റബ്ബിന്റെ ഔദാര്യമാണ്. നിങ്ങൾക്കും എനിക്കും അർഹതയുണ്ടായിട്ടല്ല, അതേ അല്ലാഹു ഔദാര്യമായി നൽകുകയാണ്. മഹത്തായ ഔദാര്യം നൽകുന്ന രാജാവാണ്. ഇത് പറഞ്ഞിട്ട് എന്റെയും നിങ്ങളെയും മനസ്സിൽ സമാധാനം നൽകാൻ ഖുർആൻ പറയുന്ന വാചകം കണ്ടോ? മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലാ അല്ലാഹി യസീർ. എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോൾ സാഹചര്യം മറക്കുന്നവരില്ലേ? മുസീബത്ത് വരുമ്പോൾ പഴച്ചവരൊക്കെ അതാ വിശ്വാസമില്ലാത്തവരുടെ ചോദ്യം ചോദിക്കുന്നവരില്ലേ? മനസ്സിന്റെ സംസ്കരണമുള്ളവർ എന്ത് മുസീബത്ത് തന്നാലും ക്ഷമിച്ചോളണം. ആരും തന്നെ റബ്ബിന്റെ മുസീബത്തിൽ പ്രതിഷേധം മേടിക്കുന്നവരാകൽ. ഖുർആൻ പറയുന്നത് കണ്ടോ? ഏത് വിഷയം നിങ്ങൾക്ക് എപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിലും അത് നന്മയാകട്ടെ തിന്മയാകട്ടെ അതെല്ലാം അല്ലാഹു നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്തിരുന്ന സംഗതികളാണ്. അല്ലാഹു തീരുമാനിച്ച് രേഖപ്പെടുത്തിയ സംഗതിയാണ് നിനക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, മുസീബത്ത് ഉണ്ടാകുന്നുണ്ടോ അതും നേരത്തെ അല്ലാഹു തീരുമാനിച്ചത് തന്നെ, അല്ലാത്തതുണ്ടോ അതും അല്ലാഹു തീരുമാനിച്ചത് തന്നെ. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഒരു സാധു സ്ത്രീ ടെലിഫോൺ ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ കുടുംബത്തിലും അതുപോലെ ഞങ്ങളോട് ആളുകൾക്കും മക്കളില്ലാത്തവർക്ക് നീ ഹൈറായ മക്കൾ നൽകണം റഹ്മാനേ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് സദഖ ചെയ്തതിന്റെ പേരിൽ, അതുപോലെ സദഖ ചെയ്തതിന്റെ പേരിൽ ധാരാളം സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം കൊടുത്ത സംഭവങ്ങൾ സിറാജുദ്ദീനെ കുറിച്ച് കേൾക്കുമ്പോൾ പറഞ്ഞത് കേട്ടതിന്റെ പേരിലാകാം ആ സ്ത്രീ ടെലിഫോൺ ചെയ്തു പറഞ്ഞത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സ്ത്രീയോട് ഞാൻ സമാധാനിപ്പിച്ചു. അതാപത്തിനടുത്ത് ഒരു കുടുംബത്തിൽ ബാപ്പ ഉമ്മ ഉപ്പാപ്പ തുടങ്ങി 5ഓളം ആളുകളെ ഒരു മനുഷ്യൻ ഒരു ദിവസം വെട്ടിക്കൊന്നു. ഒരു മകനാണ് വെട്ടിക്കൊന്നു. വായിച്ചിട്ടില്ലേ? അനുഭവിച്ചിട്ടില്ലേ? മക്കളുണ്ടാകുന്നതാണോ ഹൈറ്, മക്കളില്ലാതിരിക്കുന്നതാണോ ഹൈറ്? നമുക്കതിനെ കുറിച്ച് അറിയില്ലല്ലോ. അല്ലാഹു എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനം സന്തോഷത്തോടെ സ്വീകരിക്കുക, അതല്ലേ ഒരു ഭൂമിയായ മനുഷ്യന്റെ കടപ്പാട്. അതല്ലേ ഖുർആൻ പറയുന്നത് സർവ്വസംഗതികളും വിൽക്കാനാക്കി വെച്ചതാണ്. സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന് ഒരു പ്രയാസമുള്ള വിഷയമല്ല. പക്ഷേ എന്തിനാണ് അല്ലാഹു അങ്ങനെ ചെയ്തതായി നിങ്ങളെ പഠിപ്പിക്കുന്നതും ചെയ്തതും? നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പേരിൽ പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് വല്ല സന്തോഷവും കിട്ടിയാൽ അതിന്റെ പേരിൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ടതില്ലല്ലോ. അതിനു വേണ്ടിയാണോ നേരത്തെ നൽകാനാക്കി വെച്ചത്? എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമ്പോ അതെന്റെ പവർ കൊണ്ടാണെന്ന് ചിന്തിക്കേണ്ട, എന്റെ വിവരം കൊണ്ടാണെന്ന് ചിന്തിക്കേണ്ട, ഞാൻ ഇങ്ങനെ എടുത്തതാണെന്ന് ആലോചിക്കേണ്ട. അത് അല്ലാഹു തീരുമാനിച്ചു നടക്കുകയാണ്. എന്റെ പവർ കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ വിവരം കൊണ്ടല്ല, എന്റെ സ്വാധീനം കൊണ്ടല്ല. എന്തെങ്കിലും ഒന്ന് നശിച്ചാലോ മുസീബത്ത് പറ്റിയാലോ അതിൽ പിന്നെ ഇങ്ങനെ കേൾക്കുകയും വീഴണ്ട. അത് അല്ലാഹു തീരുമാനിച്ചത് നടന്നതാണ്. അതിൽ അല്ലാഹു പകരം തരാൻ കഴിവുള്ളവനാണ്. ഈ നിലക്ക് മനുഷ്യന്റെ മനസ്സിൽ ദുഃഖമില്ലാതെ, അമിതമായ ദുഃഖമില്ലാതെ, അമിതമായ സന്തോഷമില്ലാതെ, അഹങ്കാരമില്ലാതെ, ആർക്കെങ്കിലും അല്ലാഹു വല്ല നിഅമത്തും ചെയ്യുമ്പോ അതിൽ അസൂയയില്ലാതെ എല്ലാം റബ്ബിന്റെ തീരുമാനം റബ്ബിലൂടെ നടപ്പാക്കുകയാണ് എന്നതിലേക്ക് സംതൃപ്തിയോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ പരിശുദ്ധ ഖുർആൻ ഉപദേശിച്ച് സംസ്കരിച്ചെടുക്കുകയാണ് സഹോദരന്മാരെ. സംസാരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് കക്ഷികളെയും നമ്മൾ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. ഖുർആൻ പറയുന്ന ഒരാളും മറ്റൊരാളെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവൻ പരിഹസിക്കുന്നവനേക്കാൾ അല്ലാഹുവിങ്കൽ ഉന്നതനായേക്കും. നമുക്കത് അറിഞ്ഞുകൊള്ളണം എന്നില്ല. ഇതുപോലെ സഹോദരന്മാരെ, ആരെയും കുറ്റവും കുറവും പറയരുത്. മഹാന്മാര് പറഞ്ഞില്ലേ,
നീ നിന്റെ കുറ്റവും കുറവും ചിന്തിച്ച് അത് പരിഹരിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നോക്കുക. അല്ലേ, എന്റെ മുഖത്തെന്താണ് ദോഷമുള്ളത്, അത് തുടച്ചു നീക്കാനല്ലേ ഞാൻ ശ്രമിക്കേണ്ടത്. എന്റെ മുഖം ഞാൻ കാണുന്നില്ല, മറ്റൊരാളെ മുഖമാണ് കാണുന്നതല്ലേ. എന്നാൽ നമ്മുടെ സ്നേഹിതന്മാരോട് എപ്പോഴും നാം പറയണം, എന്റെ ദൂഷ്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം, നമുക്കത് പരിഹരിക്കാനാണ്. മറ്റൊരാൾ നമ്മുടെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ അവനോട് ദേഷ്യം പിടിക്കുന്നതിന് പകരം അവനോട് സന്തോഷമാണ് നമുക്കുണ്ടാകേണ്ടത്. കാരണം അവൻ നമ്മുടെ ന്യൂനത പരിഹരിക്കുന്നവനാണല്ലോ. ഈ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വേണം. അതേ സമയത്ത് മറ്റുള്ളവന്റെ കുറ്റവും കുറവും നോക്കി നടക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകരുത്. അത് ഈച്ചയുടെ സ്വഭാവമാണ്. ഈച്ചയുടെ സ്വഭാവം എന്താണ്? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആരോഗ്യമുള്ള, പരിമളമുള്ള, അതാ നല്ല സുഗന്ധമുള്ള, ഭംഗിയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ഈച്ച പോയി വീഴുകയില്ല. ഈച്ച എവിടെയാ പോയി വീഴുന്നത്? എവിടെയാണ് പൊട്ടുള്ളത്, എവിടെയാണ് ചലമൊലിക്കുന്നത്, എവിടെയാണ് നജസുള്ളത്, അവിടെയാണ് ഈച്ചക്കിഷ്ടം. ഇതുപോലെ നിങ്ങൾക്ക് കാണാം, ചില ആളുകൾ, ചില മഹാന്മാർ ആയിരക്കണക്കിന് യതീം കുട്ടികളെ പോറ്റുന്നു, ആയിരക്കണക്കായ പണ്ഡിതന്മാരെ വളർത്തുന്നു, ആയിരക്കണക്കായ ദീനീ പ്രവർത്തനം നടത്തുന്നു, സമൂഹത്തിന് നന്മ ചെയ്യുന്നു, സാധുക്കൾക്ക് ഉപകാരം ചെയ്യുന്നു, ഒരുപാട് ജനങ്ങളെ നന്നായി വളർത്തുന്നു. അത്തരം ആളുകൾ ചെയ്യുന്ന നന്മകളൊന്നും കാണാതെ അവരുടെ ജീവിതത്തിൽ എവിടെയാണ് പൊട്ടുള്ളതെന്ന് നോക്കി ഈച്ചയുടെ സ്വഭാവവുമായി ജീവിക്കുന്ന സമൂഹമായി നമ്മൾ ദുഷിച്ചു പോകരുത്. ആരാണ് ഒരു ന്യൂനതയും ഇല്ലാതെ ജീവിക്കുന്നവർ? ഈ പ്രസംഗിക്കുന്ന ഞാൻ അന്യൂനനാണോ? 100,000 ന്യൂനതകൾ പാവപ്പെട്ട എനിക്കില്ലേ? പക്ഷേ ഞാൻ ദുർബലനല്ലേ? എനിക്ക് എന്റെ കണ്ണ് തന്നെ കാണാനുള്ള കഴിവില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ കണ്ണ് കാണാൻ കഴിവുണ്ടോ? ഞാൻ എന്റെ കണ്ണിതുവരെ കണ്ടിട്ടില്ല. കണ്ണ് പോകട്ടെ, കണ്ണിന്റെ സമീപത്തുള്ള മൂക്കും കണ്ടിട്ടില്ല. അല്ലേ, നമ്മുടെ അവസ്ഥ അതല്ലേ? നമ്മൾ വിവരമില്ലാത്തവരല്ലേ? നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ള സ്ഥലം കണ്ടിട്ടില്ലല്ലോ. അല്ലേ, എന്നാൽ നമ്മൾ ഇല്ലാത്തത് പലരും കാണുന്നവരല്ലേ? ഇല്ലാത്തത് എങ്ങനെ കാണൽ? നിങ്ങൾ ഉറങ്ങാറില്ലേ? ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്വപ്നം കാണാറില്ലേ? അതൊക്കെ ഉള്ളതാണോ? ഇല്ലാത്ത പലതും നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ റൂമിൽ വാതിലും അടച്ച് AC വിട്ട് കിടന്നുറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നിങ്ങളെ ഭാര്യ വന്നു എന്ന് കണ്ടവരില്ലേ? വിസക്ക് കൊടുത്തിട്ട് തന്നെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വന്നു എന്നാ പറയുന്നത്? അതേ, ഇല്ലാത്തത് കണ്ടില്ലേ? ഇനി ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, കണ്ണട വെച്ചുകൊണ്ട് മാത്രം പത്രം വായിക്കുന്ന മനുഷ്യൻ ഉറക്കിൽ പത്രം വായിക്കുമ്പോൾ സിറാജ് കയ്യിൽ പിടിച്ചിട്ട് കണ്ണടയില്ലാതെ വായിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, അതേ, അതാ ഇല്ലാത്തത് നിങ്ങൾ കണ്ടില്ലേ? ഇനിയും നിങ്ങൾ നോക്കൂ, വലിയ ആന നിങ്ങളുടെ റൂമിൽ വന്നതായി നിങ്ങൾ സ്വപ്നം കണ്ടില്ലേ? ആ ആനയെ കണ്ടിട്ട് ഇപ്പോഴും നിങ്ങൾ വിറക്കുകയും നിങ്ങൾ കൂക്കി വിളിക്കുന്നത് കേട്ടിട്ട് ഭാര്യ നിങ്ങളെ തട്ടി ഉണർത്തുകയും ചെയ്തില്ലേ? ഞാൻ പറഞ്ഞതിനർത്ഥം മനുഷ്യൻ ദുർബലനല്ലേ? അല്ലാഹു തആല കൊടുത്തതൊക്കെ കാണും, അവൻ നിയന്ത്രിക്കുന്ന നിയന്ത്രണം. എങ്കിലും മനുഷ്യ, നീ അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമയാണെന്ന ബോധം, നീ ദുർബലനാണെന്ന ബോധം, നീ ന്യൂനതയുള്ളവനാണെന്ന ബോധം നിന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ നിനക്ക് അഹങ്കാരം ഉണ്ടാകില്ല, അസൂയ ഉണ്ടാകില്ല, പകയുണ്ടാകില്ല, വിദ്വേഷമുണ്ടാകില്ല. മറ്റൊരാൾക്ക് മാപ്പ് കൊടുക്കാൻ നിനക്ക് മടി തോന്നില്ല. കാരണം നിനക്ക് മാപ്പ് കൊടുക്കേണ്ടത്, നീ മറ്റൊരാൾക്ക് മാപ്പ് കൊടുക്കുന്നത് അല്ലാഹു നമുക്ക് മാപ്പ് തരാൻ കാരണമാണല്ലോ. ആ ചിന്തയിൽ മാപ്പ് കൊടുക്കാൻ നമുക്ക് മടി തോന്നില്ല. അതല്ലേ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച സ്വഭാവം. അതല്ലേ അവിടുന്ന് പഠിപ്പിച്ച സംസ്കരണം. ഈ രംഗങ്ങളിലെല്ലാം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ ഓർത്തോളണം, അനീതിക്ക് കൂട്ടുനിൽക്കരുത്. ചില ആളുകളുണ്ട്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ നസീമ. ചതിയന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടൂല, തെറ്റുകൾ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടൂല. അവരുടെ സ്വഭാവം എന്താണ്? യസ്തഖ്ഫൂന മിനൻ നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും. ജനങ്ങൾക്കിടയിൽ അവരെല്ലാം മറച്ചു വെക്കും. ജനങ്ങൾ കാണുന്നതിന് വലിയ പേടിയാണ്. അല്ലാഹുവിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നില്ല. വാസ്തവത്തിൽ അല്ലാഹു അവരെ കൂടെയുണ്ട് താനും. ഇത് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ. അല്ലാഹു ഇഷ്ടപ്പെടാത്തത് അവർ പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെടാത്തത് പ്ലാൻ ചെയ്യുന്നു, അല്ലാഹു ഇഷ്ടപ്പെടാത്തത് പ്രവർത്തിക്കുന്നു. ഈ ആയത്തിറങ്ങാൻ എന്തായിരുന്നു കാരണം?
മുഹമ്മദ് ബിൻ ഉബൈറഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു യഹൂദിയുടെ ഒരു മനുഷ്യന്റെ ഒരു അങ്കി പടത്തൊപ്പി കട്ടെടുത്തു. എന്നിട്ട് ഒരു യഹൂദിയുടെ അടുക്കൽ കൊണ്ടുപോയി അദ്ദേഹം സൂക്ഷിപ്പ് വെച്ചു. പിന്നീട് അദ്ദേഹം കട്ടത് തെളിഞ്ഞു. കട്ടത് തെളിഞ്ഞപ്പോൾ ഞാനല്ല കട്ടത് ആ യഹൂദിയാണെന്ന് യഹൂദിയുടെ പേരിൽ ആരോപണം ഉന്നയിച്ചു. വാസ്തവത്തിൽ ലഭിക്കുന്നത് യഹൂദിയുടെ വീട്ടിൽ വെച്ചാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കട്ടത് ഞാനല്ല യഹൂദിയാണ്. സുബ്ഹാനല്ലാഹ്. അവരെ കുടുംബങ്ങൾ പക്ഷപാതിത്വം ചേർന്ന് കുടുംബങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കട്ടത് ത്വമത്തല്ല, ത്വമത്ത് നമ്മളെ കൂടെയുള്ള ആളാണ്, യഹൂദിയാണ് കട്ടതെന്ന് അതാ ധരിപ്പിക്കാൻ ശ്രമിച്ചു. സുബ്ഹാന ജല്ല ജലാലു. പരിശുദ്ധ ഖുർആനിന്റെ സംസ്കരണം കണ്ടോ നിങ്ങൾ? ഖുർആൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന് അനുയായികൾ തെറ്റിദ്ധരിപ്പിച്ച് ആ മുസ്ലിം സഹോദരനായ യഹൂദി നിരപരാധിയായ യഹൂദിയെ അതാ കെണിയിൽ കൊണ്ടുവരുന്നത് അല്ലാഹ് കാണുന്നുണ്ടല്ലോ. ആ റബ്ബ് അപ്പോൾ ഇറക്കിയ ആയത്തിൽപ്പെട്ടതാണ് ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവാനൻ നസീമ എന്ന് പറഞ്ഞിട്ട് യസ്തഗ്ഫൂന മിനന്നാസി വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്. അല്ലാഹുവിൽ അവർ മറച്ചു വെക്കുന്നില്ല, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ തുഅമത്ത് ബിൻ ഉബൈറഖ് അദ്ദേഹത്തിന്റെ കൈമുറിക്കാനല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ ചെയ്തത്? അവിടെ യഹൂദി നിരപരാധിയാണ്. നിരപരാധിയായ ഒരു മുസ്ലിമിനെ വധിക്കാനോ നടപടി സ്വീകരിക്കാനോ എന്നിട്ട് കുറ്റക്കാരനായ മുസ്ലിമിനെ അതാ വിട്ടുകൊടുക്കാനോ ഇസ്ലാം പറയുന്നില്ലല്ലോ, ഖുർആൻ പറയുന്നില്ലല്ലോ. ആ യഹൂദിക്കെതിരെ നടപടിയില്ല. തെറ്റ് ചെയ്തത് തെളിഞ്ഞതനുസരിച്ച് റഹ്മത്തിനെതിരെ നടപടിയാണ്. പക്ഷേ ദുന്യാവിൽ കൈ രക്ഷപ്പെടണം, ദുന്യാവിൽ കുറവാകാതെ രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചു. ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ തുഅമത്ത് ബിൻ ഉബൈറഖ് അദ്ദേഹം മദീനയിൽ നിന്ന് ഒളിച്ചോടി മക്കയിൽ ചെന്ന് താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീരുമാനം അംഗീകരിച്ചില്ല. അദ്ദേഹം നാട് വിട്ടുപോയി മക്കയിൽ ചെന്ന് താമസിച്ചു. കട്ട് പരിചയിച്ചവന് കളവെപ്പോഴും കട്ടുപോകും. നിങ്ങളോട് പറയട്ടെ, ചില ആളുകളില്ലേ മുതലാളിമാര് കാണാതെ ചിലപ്പോൾ പച്ചയോ നീലയോ നോട്ടുകൾ കീശയിലിടുന്ന തൊഴിലാളികളില്ലേ, തൊഴിലാളികളുടെ ശമ്പളം കൃത്യമായി കൊടുക്കാതെ എനിക്ക് വേറെ ഒരു കഫ്തേരിയും കൂടി തുടങ്ങാമെന്ന് മനസ്സിലാക്കി പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇവിടെ നിയമപരമായി നമ്മളെ ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് മനസ്സിലാക്കി തൊഴിലാളികളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില മുതലാളിമാരുമില്ലേ. അള്ളയാണേ ഭരണാധികാരി, അള്ളയാണേ രഹസ്യമറിയുന്നവൻ, അള്ളയാണേ പരസ്യമറിയുന്നവൻ. ഏത് മുതലാളിയും ചിന്തിച്ചോളണം, ഏത് തൊഴിലാളിയും ചിന്തിച്ചോളണം, ജനങ്ങൾക്കിടയിൽ നന്നായാൽ രക്ഷപ്പെടൂല, റബ്ബിന്റെ അടുക്ക തന്നെ നന്നാകണം കേട്ടോ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. തുഅമത്ത് ബിൻ ഉബൈറഖ് അദ്ദേഹം മദീനയിലേക്ക് പോയി. കളവല്ലേ അദ്ദേഹത്തിന്റെ പതിവ്. അദ്ദേഹം കട്ടുകൊണ്ടിരിക്കുകയാണ്. കട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട് തുറന്നു. വീട് തുറന്ന് കളവ് നടത്താൻ വേണ്ടി വീട്ടിലേക്ക് കയറുമ്പോ അതാ റബ്ബിന്റെ ശിക്ഷ ഇങ്ങ് വന്നില്ലേ. ആ വീട് അങ്ങനെ തന്നെ അങ്ങ് അമർന്നു. അദ്ദേഹത്തിന്റെ കഴുത്ത് വീട്ടിന്റെ ഉള്ളിലാണ്, അദ്ദേഹത്തിന്റെ ഉടല് പുറത്താണ്. പെടഞ്ഞങ്ങ് ചത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തീരുമാനം അംഗീകരിക്കാതെ ദുനിയാവിലെ സ്ഥാനമാനം ചിന്തിച്ചു പോയതല്ലേ, കൈമുറിക്കുന്നത് ചിന്തിച്ചു പോയതല്ലേ. അതേ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് വിവരിക്കുന്ന സ്ഥലത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്നേഹിതൻ കളവ് നടത്തി, കളവ് തെളിഞ്ഞു. അലി റളിയല്ലാഹു അൻഹു കൈമുറിച്ചു. കൈമുറിക്കാനോട് ചെയ്ത് കൈമുറിച്ചു. മുറിക്കപ്പെട്ട കയ്യുമായി ആ നല്ല മനുഷ്യൻ പോവുകയാണ്. നല്ല മനുഷ്യൻ എന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തവൻ തൗബ ചെയ്താൽ അതേ തൗബ ചെയ്തവൻ അവൻ തെറ്റില്ലാത്തവനെ പോലെയല്ലേ, അവൻ തെറ്റില്ലാത്തവനെ പോലെയല്ലേ. അല്ലാഹു ജല്ല ജലാലുഹു അദ്ദേഹത്തിന് പൊറുക്കാൻ സാധ്യതയില്ലേ? അദ്ദേഹം ഖേദിച്ച് മടങ്ങിയവനാണ്. ഒരു ദുർബല നിമിഷത്തിൽ കളവ് സംഭവിച്ചതാണ്. അദ്ദേഹത്തിന്റെ കൈ മുറിച്ചു. മുറിക്കപ്പെട്ട കൈയുമായി അദ്ദേഹം ടൗണിലൂടെ നടക്കുകയാണ്. മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു വരുന്നു, ഇബ്നുൽ ഖറായും വരുന്നു. ആരാണടോ നിന്റെ കൈ മുറിച്ചത്? അദ്ദേഹത്തിന്റെ മറുപടി മറുപടി സൗജുൽ ബത്തൂൽ ഖത്നുർ റസൂൽ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ താലിബ്. എന്റെ കൈമുറിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാമാതാവാണ്.
ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്, നമ്മളെല്ലാവരെയും നേതാവാണ്, മഹാനായ നേതാവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ മുറിച്ചു. ഒരൽപ്പവും കുറ്റം പറയുന്നില്ല. നമ്മളോ സുബ്ഹാനല്ലാഹ്, മനസ്സിന് സംസ്കരണമില്ലാത്തവനാണെങ്കിലോ ഞാനല്ലേ പറഞ്ഞത് അയാൾക്ക് സ്വീകരിച്ചൂടെ, എന്നെ അയാൾ തള്ളിയില്ലേ, ഞാൻ അയാൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്ത ആളാണ്, ഞാൻ എന്തൊക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ ഓരോരുത്തരും തോന്നുകയില്ലേ? ആ മഹാന്റെ മറുപടി, അദ്ദേഹം ചെയ്തത് നീതിയാണ്, കളവ് നടത്തിയ ഞാനാണ് കുറ്റക്കാരൻ, അതേ സമയത്ത് കൾട്ടവനെ മുറിക്കാൻ അല്ലാഹുവിന്റെ ഓർഡറാണ്, അദ്ദേഹം കുറ്റക്കാരനല്ല, അതിനാൽ ഞാൻ അദ്ദേഹത്തിന്റെ മഹത്വം പറയുകയാണ്. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിനോട് വിവരമുണർത്തി. അദ്ദേഹം നന്നായി തൗബ ചെയ്ത മഹാനാണല്ലോ, അദ്ദേഹത്തിന് ഒരു സമ്മാനം. അലി റളിയല്ലാഹു അൻഹു തിരികെ വിളിച്ചിട്ട് ആ മുറിച്ചെറിഞ്ഞ കൈ എടുത്തുകൊണ്ട് വന്ന് തൽസ്ഥാനത്ത് വെച്ച് ഒരു തുണി എടുത്തതിന്റെ മേലെ ഇട്ടു. ഫഖാല മാഷാ അല്ലാഹ്, എന്തോ ഒന്നങ്ങ് മന്ത്രിച്ചു. തുണി നീക്കിയപ്പോൾ മുറിച്ചത് കാണുന്നില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഔലിയാഇന്റെ കറാമത്ത് വിവരിക്കുന്ന സ്ഥലത്ത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കറാമത്ത് വിവരിക്കുമ്പോ സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീറിൽ വിവരിച്ചത് കാണാം. സഹോദരന്മാരെ, സത്യസന്ധരായി ജീവിക്കുക. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരാൾ ഒരു ഭക്ഷണം കൊണ്ട് കൊടുത്തു. അടിമയാണ്. ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോൾ അത് കഴിച്ചതിന് ശേഷമാ പറയുന്നത്, അറിയാത്തൊരു ജോലി അറിയും പോലെ നടിച്ചിട്ട് അതിന്റെ വകയിൽ കിട്ടിയ ഭക്ഷണമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യതാ തൊണ്ടയിലേക്ക് ഇട്ടു, തിന്നത് മുഴുവനും ഛർദിച്ചു, പിന്നെയും തൊണ്ടയിൽ കൈയിട്ടു, വീണ്ടും ഛർദിച്ചു, തൊണ്ട പൊട്ടുമാറി ഛർദിച്ചു, മുഴുവനും ഛർദിച്ചു തീർത്തു. കാരണം ഹറാമായൊരു മുതല് എന്റെ വയറ്റിലെത്തിയിട്ട് അതിന്റെ പോഷകാംശം കൊണ്ട് വളർത്തപ്പെട്ടാൽ എന്റെ ദുആക്ക് ഉത്തരമില്ലല്ലോ, എനിക്ക് റബ്ബിങ്കൽ സ്വീകാര്യതയില്ലല്ലോ. ഓ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും, എവിടെ ജോലിക്ക് നിന്നാലും, ആരെ തൊഴിലാളിയായി സ്വീകരിച്ചാലും, ആരുടെ കീഴിൽ ജോലി എടുത്താലും കിട്ടുന്നത് ഹലാലാകണം കേട്ടോ. ഞാൻ കൊടുക്കുന്ന ധർമ്മം, ഞാൻ കൊടുക്കുന്ന സഹായം അത് അല്ലാഹു ഒന്ന് കബൂൽ ചെയ്യുമോ? ഈ ഭയത്തോടെയാണ് മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളുടെ ധർമ്മം എന്ന് അല്ലാഹു പറയുന്നു. സഹോദരന്മാരെ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരി അതാ ഒരു 10 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ, പാവപ്പെട്ട ജനങ്ങൾ, അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി സഹായത്തിന് അഭ്യർത്ഥിക്കുകയല്ലേ? അപ്പോൾ അതാ വലിയ വലിയ കച്ചവടക്കാരും ബിസിനസ്സുകാരും സഹായങ്ങൾ കൈനീട്ടുകയല്ലേ? സൽക്കർമ്മമല്ലേ? സൽക്കർമ്മത്തിന് എന്നും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതല്ലേ? നാം സഹകരിക്കേണ്ടതല്ലേ? എന്നാൽ എപ്പോഴും ഓർക്കണം, അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ പൊരുത്തം കരുതിയാകണം ഏത് വാക്കും, ഏത് പ്രവൃത്തിയും, ഏത് ചലനവും എല്ലാം റബ്ബിന്റെ പൊരുത്തം കരുതി. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഭർത്താവിന് നല്ല ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന ഭാര്യ, അതുപോലെ ഒരു നേതാവിന് നല്ല ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന അനുയായി, ആ ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോ ഹുങ്ക് കാണിക്കില്ലല്ലോ. ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ഭക്ഷണം അവർക്കൊന്ന് ഇഷ്ടപ്പെടുമോ എന്ന ചിന്തയല്ലേ? എന്നാൽ എല്ലാ നേതാക്കന്മാരെയും, എല്ലാ ഭരണാധികാരികളെയും, എല്ലാ പണ്ഡിതന്മാരെയും, എല്ലാ മഹാന്മാരെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബിന്റെ ഖജനാവിൽ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ സാധുക്കൾക്ക് കൊടുക്കാതിരുന്നത്. ആ റബ്ബിന് കഴിവില്ലാഞ്ഞിട്ടല്ലല്ലോ കുറെ ആളെ തൊഴിലാളിയാക്കിയത്. ആ റബ്ബിന് കഴിവില്ലാഞ്ഞിട്ടല്ലല്ലോ കുറെ ആളെ മുതലാളിയാക്കിയത്. ഇതൊക്കെ പരീക്ഷണങ്ങളല്ലേ? ആ പരീക്ഷണത്തിന്റെ പേരിൽ ആരെന്ത് ധർമ്മം ചെയ്യുമ്പോഴും എന്റെ രാജാവ് ഇത് കാണുന്നുണ്ടല്ലോ, എന്റെ മനസ്സാ രാജാവ് അറിയുന്നുണ്ടല്ലോ, ആ രാജാവ് ഒന്ന് തൃപ്തിപ്പെടണമല്ലോ. ഈ ചിന്തയോടെ ധർമ്മം ചെയ്യണം കേട്ടോ. ആകയാൽ മനുഷ്യന്റെ മനസ്സ്, ആ മനസ്സിന്റെ ശുദ്ധീകരണമില്ലാതെ ബാഹ്യമായ പ്രവർത്തനങ്ങൾക്കല്ലല്ലോ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നത്. അതിനാൽ കണ്ടില്ലേ നിങ്ങൾ, ആവർത്തിച്ച് സത്യം ചെയ്ത് അല്ലാഹു പറഞ്ഞൊരു വാക്ക്, വസ്സംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽ അർളി വമാ തഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ
വഖദ് ഖാബ മൻ ദസ്സാഹാ. ആവർത്തിച്ച് പലതും അതാ സൂര്യനും ചന്ദ്രനും ഭൂമിയും വലിയ വലിയ സൃഷ്ടികളെ ഒക്കെയും എടുത്ത് മുൻനിർത്തി ആണയിട്ട് റബ്ബ് പറയുന്നു ഖദ് അഫ്ലഹ മൻ സക്കാഹാ. മനുഷ്യന്റെ മനസ്സ് സംസ്കരിച്ചവൻ, മനുഷ്യന്റെ ആത്മാവിനെ സംസ്കരിച്ചവൻ, അവൻ വിജയം കൈവരിച്ചു പോയി. മനസ്സ് സംസ്കരിക്കാത്തവന് വിജയമില്ല, മനസ്സ് സംസ്കരിച്ചവൻ വിജയം കൈവരിച്ചു പോയി. വഖദ് ഖാബ മൻ ദസ്സാഹാ. മനസ്സും ആത്മാവും സംസ്കരിക്കാത്തവൻ പരാജയപ്പെട്ടു പോയി. എന്ത് ചെയ്താലും പരാജയം തന്നെ. മനസ്സ് നല്ലവൻ എന്ത് ചെയ്താലും അത് ഗുണം തന്നെ, സ്വീകാര്യത തന്നെ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കണ്ടില്ലേ, ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. ഒരാളൊരു രാത്രിയിൽ ഇറങ്ങി ആരും കാണാതെ വലിയ സംഖ്യധർമ്മം ചെയ്തു. നേരം വെളുത്തപ്പോൾ എല്ലാവരും പറയുന്നു, എന്താ പറയുന്നത്, ഇന്നലെ രാത്രിയിൽ അതാ ഒരു കള്ളന് വലിയ ധർമ്മം കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ഇരുട്ടിൽ നൽകപ്പെടുന്നവനും കൂടി അറിയാതെ കൊടുത്തപ്പോ സംഖ്യ വെച്ചു കൊടുത്തൊരു കള്ളന്റെ കയ്യിലാണ്. അദ്ദേഹം നേരം വെളുത്തപ്പോ വിവരം അറിഞ്ഞു. ആരും അറിയാതെ കൊടുത്ത സദഖ അതൊരു കള്ളന്റെ കയ്യിൽ പെട്ടുപോയി. അദ്ദേഹം പറയുന്നു, അതേ അല്ലാഹുമ്മ ലക്കൽ ഹംദ്. നേരത്തെ പറഞ്ഞില്ലേ, ഈമാനുള്ളവൻ തഖ്വയുള്ളവന്റെ മനസ്സ് അല്ലാഹുവിലേക്കല്ലേ. അല്ലാഹുമ്മ ലക്കൽ ഹംദ്. അല്ലാഹുവേ സ്തുതി മുഴുവനും നിനക്കാണ്. അലാ സാരിഖിൻ, കൊടുത്തതൊരു കള്ളനാണ് പോൽ. അതറിഞ്ഞത് കൊണ്ട് ഞാൻ ഇനി എന്റെ സഹകരണം നിർത്തൂല, എന്റെ ധർമ്മം നിർത്തൂല. ലാ തസദ്ദഖന്ന ലൈലത ബിസദഖ. ഞാൻ ഇന്ന് രാത്രി വലിയ സദഖ ഇനിയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. രാത്രി വലിയ തുകയും എടുത്തിറങ്ങി ഒരാളെ കയ്യിൽ വെച്ചു കൊടുത്തു, ഇരുട്ടിലല്ലേ. നേരം വെളുത്തപ്പോൾ പറയുന്നു, തുസുദ്ദിഖൽ ലൈലത അലാ സാനിയ. ഇന്നലെ രാത്രിയിൽ ഒരു വലിയ വ്യഭിചാരി പെണ്ണിന്, ഒരു വേശ്യപ്പെണ്ണിന് ധർമ്മം കിട്ടിയിരിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അല്ലാഹുമ്മ ലക്കൽ ഹംദ്. എന്തേ പേടിക്കേണ്ടതില്ലല്ലോ, ഇന്നമൽ അമാലു ബിന്നിയാത്ത്. ഏത് അമലും മനുഷ്യന്റെ കരുത്ത് പോലെയല്ലേ, ഉദ്ദേശം പോലെയല്ലേ. മാനവ, ഓരോരുത്തരും കരുതിയത് അവന് ലഭിക്കുകയല്ലേ. സുബ്ഹാനല്ലാഹ്. നേതാവാകണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരില്ലേ, പത്രത്തിൽ ഫോട്ടോ വരണമെന്ന് ആലോചിച്ചു പോകാറില്ലേ, ആളുകൾ സ്വാഗതം പറയുമ്പോ പറഞ്ഞില്ലെങ്കിൽ പ്രതിഷേധമുള്ളവരില്ലേ, നന്ദി പറയുമ്പോ വിട്ടുപോയാൽ രാജിവെക്കുന്നവരില്ലേ. സുബ്ഹാനല്ലാഹ്. നാട്ടിൽ നിന്ന് കത്തയച്ചില്ലേ പിന്നെ മദ്രസേന്റെ പൈസ അയച്ചു കൊടുക്കാത്തവരില്ലേ, അല്ലെങ്കിൽ സെക്രട്ടറിയോട് വെറുപ്പ് പിടിക്കുമ്പോ രാജിവെക്കുന്നവരില്ലേ. അതൊന്നും നല്ല നിയ്യത്തല്ലല്ലോ. നിയ്യത്തല്ലേ റബ്ബിന്റെ നോട്ടം. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം രാത്രിയിൽ കൊടുത്തത് വ്യഭിചാരി പെണ്ണിനായി പോയി. അദ്ദേഹം അല്ലാഹനെ സ്തുതിക്കുന്നു, ഞാൻ ഇനിയും നല്ല കാര്യം നിർത്തൂല, ഞാൻ ഇന്ന് രാത്രിയും ധർമ്മം ചെയ്യും. അന്ന് രാത്രിയും അദ്ദേഹം വലിയ തുകയും എടുത്തിറങ്ങി. അതാ ഒരാളെ കയ്യിൽ വെച്ചു കൊടുത്തു. നേരം വെളുത്തപ്പോ ബുഖാരിയിലുള്ള ഹദീസാണ്. നേരം വെളുത്തു നോക്കുമ്പോൾ ആളുകളൊക്കെ പറയുന്നു, ഇന്നലെ രാത്രി ഒരു വലിയ ധർമ്മം കിട്ടിയിരിക്കുന്നു. പക്ഷേ കിട്ടിയത് ആർക്കാണ്? നാട്ടിലെ വലിയ ധനികനാണ്, നാട്ടിലെ വലിയ ഐശ്വര്യക്കാരനാണ്. ഇദ്ദേഹം പറയുന്നു, പഠിച്ചവനെ അലാ ഗനിയൻ, ഒരു ഐശ്വര്യമുള്ള പണക്കാരനാണ് പോലും എന്റെ ധർമ്മം കിട്ടി, ഞാൻ നല്ല ഇഖ്ലാസോടെ കൊടുത്തതാണ്. ലക്കൽ ഹംദ്. സർവ്വസ്തുതിയും നിനക്കാണ്, നിന്റെ തീരുമാനം നടന്നു, എന്റെ നിയ്യത്ത് നല്ലതാണ്, ഞാൻ അതുകൊണ്ടൊന്നും പിന്നോട്ട് പോകൂല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് വിവരമറിയിക്കപ്പെടുന്നു, നിങ്ങളെ 3 ധർമ്മവും കിട്ടിയത് അത്തരം ആളുകളിലാണെങ്കിലും അതിന്റെ ഫലം വലുതാണ് കേട്ടോ. നിങ്ങളെ ധർമ്മം കിട്ടിയപ്പോ കളവ് നടത്തുന്നവൻ അതോടെ കളവ് നിർത്തി. കാരണം ജീവിതത്തിന് വഴിയില്ലാത്തോണ്ട് അപഹരിച്ചു പോകുന്ന കള്ളനായിരുന്നു അത്. അദ്ദേഹം അതോടെ കളവ് നിർത്തി, നന്നായി പോയി. വേശ്യാവൃത്തി ചെയ്ത് ജോലി ചെയ്തിരുന്ന ആ പെണ്ണ് അതോടുകൂടെ വേശ്യാവൃത്തി നിർത്തി തൗബ ചെയ്തു പോയി. നിങ്ങളെ പണം കിട്ടിയ ആ വലിയ ധനികനുണ്ടല്ലോ, അദ്ദേഹം മാറി ചിന്തിച്ചു പോയി. ധാരാളം പണം കെട്ടിപ്പൂട്ടി വെച്ചിട്ട് സാധുക്കൾക്ക് കൊടുക്കാതെ വെച്ചിരുന്ന ആ ധനികൻ ചിന്തിച്ചു, ഇത്ര ഇഖ്ലാസോടെ ആളെ നോക്കാതെ അതാ ഇഖ്ലാസോടെ ധർമ്മം ചെയ്യുന്നവരുണ്ടല്ലോ, ഞാനിങ്ങനെ വെച്ച് കെട്ടിപ്പൂട്ടിയിട്ട് എന്താണ്
കാര്യം, അദ്ദേഹം തൗബ ചെയ്ത് സാധുക്കൾക്ക് ധർമ്മം തുടങ്ങിപ്പോയി. ഇഖ്ലാസോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇഖ്ലാസോടെ പറയുന്ന വാക്കുകൾ, അതിന് ഫലമുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിൽ നിന്ന് വന്നാൽ മനസ്സിൽ തറിക്കും, നാവിൽ നിന്ന് വന്നാൽ കാതിലൂടെ കടന്നു പോകും. അതിനാൽ നമ്മളെല്ലാം മനസ്സ് നല്ലവരാവുക, ആത്മീയമായി സംസ്കരണമുള്ളവരാവുക, റബ്ബിന്റെ പൊരുത്തം കരുതി ജീവിക്കുക. എത്ര വലിയ പ്രവർത്തനം നടത്തിയിട്ടും ഫലമില്ലല്ലോ, ഖൽബ് നന്നില്ലെങ്കിൽ ഫലമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത് ശരീരമാസകലം അതാ മുറിവേറ്റ് വീണിരിക്കുന്ന ഒരാൾ, സഹാബികൾ പലരും അദ്ദേഹത്തിന്റെ ധീരപുശൂര പരാക്രമം കണ്ടിട്ട് നബിയേ വല്ലാത്ത പരാക്രമമാണ് നമ്മുടെ ഭാഗത്താ യുവാവ് ചെയ്തതെന്ന് ദീനിന്റെ പ്രവർത്തന രംഗത്ത് ജീവൻ പണയം വെച്ച് പോരാടിയതിനെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്നഹു മിൻ അഹ്ലിൻ നാർ, അവൻ നരകക്കാരനാണ് കേട്ടോ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ പങ്കെടുത്ത ആളാണ്. നബി തങ്ങളുടെ കൂടെ ദീനീ പ്രവർത്തനത്തിന് ഇറങ്ങിയവനാണ്, എല്ലാം ഉള്ളവനാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, വെളിച്ചം അല്ലാഹു കൊടുക്കണ്ടേ? വെളിച്ചം കൊടുക്കുന്നത് അല്ലാഹു അല്ലേ? എത്ര വലിയ മാന്യനാണെങ്കിലും, എത്ര നല്ല വിത്താണെങ്കിലും കരിങ്കല്ലിൽ കൊണ്ടുപോയി പാകിയാൽ വിത്ത് കരിയുകയല്ലാതെ മുളക്കുകയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അതേസമയം വിത്ത് നല്ലതാണെങ്കിൽ, അതേ വിതക്കുന്ന മനുഷ്യൻ ഒരു പക്ഷേ മുഷിഞ്ഞവനാണെങ്കിലും, അതേ വളക്കൂറുള്ള മണ്ണിലാണെങ്കിൽ വിത്ത് നന്നെങ്കിൽ അത് മുളച്ചുയർന്ന് ഫലം കയക്കുകയില്ലേ? പ്രസംഗിക്കാൻ, ആത്മസംസ്കരണം പ്രസംഗിക്കാൻ ഞാൻ യോഗ്യനല്ല, മുഷിഞ്ഞവനാണ്. മുഷിഞ്ഞവൻ വിത്തിടുന്ന വിത്ത് അത് ഖുർആനും ഹദീസുമാണ്, മഹാന്മാര് പഠിപ്പിച്ച ആശയങ്ങളാണ്. വിത്ത് നല്ലതാണ് കേട്ടോ, വളക്കൂറുണ്ടോ, ഫലമുണ്ടാകണം കേട്ടോ. അല്ലാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ പങ്കെടുത്ത് ദീനീ പ്രവർത്തനത്തിൽ നബിയുടെ കൂടെയുള്ള ആ വ്യക്തി സുബ്ഹാനല്ലാഹ് നരകത്തിലാണെന്നല്ലേ അവിടുത്തെ പ്രസ്താവന? സ്വഹാബത്ത് ഒന്നുകൂടി ചെന്നു നോക്കി, അവിടുത്തെ പ്രസ്താവന പിഴക്കില്ലല്ലോ. മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അവിടുത്തെ വാക്ക് പിഴക്കില്ല. ശിഷ്യൻ വേദന കൊണ്ട് പൊളയുകയാണ്. വേദനിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആയുധം ഇങ്ങെടുത്തു, അത് ഭൂമിയിൽ പ്രസ് ചെയ്തവിടെ അമർത്തി വെച്ചു. ആ ആയുധത്തിന്റെ മേലെ അദ്ദേഹത്തിന്റെ ശരീരം അങ്ങോട്ട് പ്രസ് ചെയ്ത് ആത്മഹത്യ ചെയ്ത് മരിച്ചു. ഷഹീദാകാൻ ഭാഗ്യം ലഭിച്ചില്ല, ക്ഷമിച്ചു നിൽക്കാൻ സാധിച്ചില്ല. മരണം ആത്മഹത്യയായി പോയി. എന്റെ സഹോദരിമാരാരെങ്കിലും ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നെയോ എന്റെ പ്രസംഗം കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഉമ്മമാരെ, ആത്മഹത്യ ചിന്തിക്കല്ല കേട്ടോ. എന്ത് സംഭവിച്ചാലും റബ്ബിന്റെ ഏത് തീരുമാനത്തെയും പൊരുത്തപ്പെട്ട് ജീവിച്ച് ഈമാനോടെ മരിക്കണം. എന്തുകൊണ്ടൊരാൾ ആത്മഹത്യ ചെയ്തോ അതുകൊണ്ട് തുടരെയുള്ള ശിക്ഷയാണ് നരകത്തിൽ. ആത്മഹത്യ ചെയ്തങ്ങ് ഖബറിൽ ചെല്ലുമ്പോ തന്നെ വിഷമങ്ങൾ കൂടി കൂടി വന്നില്ലേ? ഖബറിൽ നിന്നെ ബിരിയാണിയും വെച്ചാരും കാത്തിട്ടില്ലല്ലോ. നീ ദുന്യാവിലെ വിഷമം അനുഭവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ആത്മഹത്യ ചെയ്യുന്ന നിന്നെക്കാൾ വിഡ്ഢി വേറെ ആരാണ്? എല്ലാവർക്കും കാരുണ്യം ചെയ്ത നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ചെയ്ത് മരിച്ച വ്യക്തിക്ക് മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിന്നില്ലേ? ആ തെറ്റിന്റെ ഗൗരവം പഠിപ്പിക്കാനല്ലേ?
ഇതുപോലെ കടം വാങ്ങിയ വ്യക്തി കടത്തോടെ മരിച്ചപ്പോഴും വീട്ടാൻ കഴിവില്ലാത്ത കാലത്ത് അവിടുന്ന് നിസ്കരിക്കാതെ മാറി നിന്നില്ലേ? കടത്തിന്റെ ഗൗരവം പഠിപ്പിക്കാനല്ലേ, ഹക്കിന്റെ ഗൗരവം പഠിപ്പിക്കാനല്ലേ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ആ മനുഷ്യന് ഷഹീദായി മരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവസാനം ആത്മഹത്യ ചെയ്ത് മരിച്ചു. എന്തേ കാരണം? അദ്ദേഹത്തിന്റെ മനസ്സിൽ അതാ സജീവമായ പ്രവർത്തനം സംശുദ്ധമായ നേതാക്കളുടെ കൂടെ നടത്തുന്നുണ്ടെങ്കിലും മനസ്സ് സംസ്കരിക്കപ്പെട്ടിരുന്നില്ല. ഈമാനായിരുന്നില്ല പ്രചോദനം, തഖ്വയായിരുന്നില്ല പ്രചോദനം, റബ്ബിന്റെ പൊരുത്തമായിരുന്നില്ല ചിന്ത. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിവരം പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദ ദീന ബിർറജുലിൽ ഫാജിരി. ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മോശക്കാരെ കൊണ്ടും അല്ലാഹ് ശക്തിപ്പെടുത്തും കേട്ടോ. ഈ ദീനിനൊരു പക്ഷേ ഒരാളെ പ്രസംഗമോ ഒരാളെ പ്രവർത്തനമോ ഒരാളുടെ എന്തെങ്കിലും സഹകരണങ്ങളോ ഫലിക്കുന്നു എന്നത് അദ്ദേഹം നല്ലവനാണെന്നതിന്റെ തെളിവല്ലല്ലോ. അവനവന്റെ വ്യക്തി ജീവിതത്തിൽ നന്നായെങ്കിലേ ആർക്കും വിജയമുള്ളൂ. അതാണ് ഖദ് അഫ്ലഹ മൻ സക്കഹാ വഖദ് ഖാബ മൻ ദസ്സഹാ. അവനവന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ചവൾ, അവനവന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചവൾ, അവൻ വിജയം കൈവരിച്ചു പോയി. അതില്ലാത്തവൻ പരാജയപ്പെട്ടു പോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. ഒരു ഹദീസ് കൂടി ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നു. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് കൂട്ടായൊന്ന് പ്രാർത്ഥിച്ച് പിരിയണം. ആരും ഇങ്ങോട്ടടുത്ത് വരരുത്. എല്ലാവരും നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുക. അതെ, ഒരു സമൂഹം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി എന്നിട്ട് കൂട്ടായ പ്രാർത്ഥന നടത്തിയാൽ അല്ലാഹു ഉത്തരം തരുമെന്നല്ലേ നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതുണ്ട്. ഇമാം ഹാക്കിം തങ്ങൾ തന്നെയല്ലേ നമുക്ക് അഭിമാനിക്കാനുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ആർക്ക് അഭിമാനം? ഇന്ത്യ രാജ്യത്തിന് അഭിമാനം, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും അഭിമാനം. ഇമാം ഹാക്കിമിന്റെ റിപ്പോർട്ടിൽ കാണാം, അഹദാ മലികുൽ ഹിന്ദി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജറതൻ ഫീഹാ സഞ്ചബീലുൻ. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ ഒരു ഭരണി കൊണ്ടുവന്ന് ഹദിയ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊണ്ട് കൊടുത്തു. ആ ഹദിയയിൽ എന്താണുള്ളത്? ജറതൻ ഫീഹാ സഞ്ചബീലുൻ. അതൊരു ഭരണിയാണ്. ആ ഭരണിയിലുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി വല്ലാത്തൊരു സാധനമാണ്. നമുക്കറിയാമല്ലോ, വലിയ ഔഷധമാണ് ഇഞ്ചി അല്ലേ? പശുവിനെ സംബന്ധിച്ച്, പശുവിന്റെ മാംസത്തെ സംബന്ധിച്ച്, പശുവിന്റെ പാലിനെ സംബന്ധിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മറ്റുമൊക്കെ നമുക്ക് ഇസ്ലാമിന്റെ ചികിത്സാ രീതി പറഞ്ഞു തന്നിട്ടില്ലേ? അതെ, പശുവിന്റെ മാംസം പലപ്പോഴും രോഗമുണ്ടാക്കുന്നതാണ്. പശുവിന്റെ പാല് പലപ്പോഴും ഔഷധമാണ്. എന്നാൽ ആ പശുവിന്റെ പാല്, ആ പശുവിന്റെ മാംസത്തിന്റെ ആ രോഗമുണ്ടാക്കുന്ന അംശം, ആ അംശത്തെ നശിപ്പിക്കാനും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകാനും വളരെ ഗുണകരമായ രണ്ട് സാധനമാണ്. ഒന്ന് വെളുത്ത ഉള്ളിയും ഇഞ്ചിയും. അതിലൊന്നാണ് ഇഞ്ചി. ഇഞ്ചി നമുക്കെല്ലാം അറിയാം. ഏത് കക്ഷികളും നമ്മുടെ നാടൻ മരുന്ന് എഴുതുമ്പോ ഇഞ്ചി ഇല്ലാത്ത ഒരു കഷായം ഉണ്ടാകില്ല. പഴയ കാലത്ത് പറയാറില്ലേ, ചുക്കില്ലാത്ത കഷായമില്ലെന്ന്. ചുക്ക് എന്ന് പറഞ്ഞാൽ അത് ഇഞ്ചിയാണെന്നൊരു ചുക്കും അറിയാത്തവരും അറിയാമല്ലോ. എന്നാ സഹോദര, ആ ഇഞ്ചിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ ഭരണിയിലിട്ടിട്ട് രാജാവ്, ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊണ്ട് കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഷ്ണം കഷ്ണമാക്കി നുറുക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളത് സഹാബത്തിന് വിതരണം ചെയ്തു. എനിക്കും കിട്ടിയെന്നല്ലേ സഹാബി പറയുന്നത്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് നിന്ന് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഞ്ചി ഹദിയ കൊണ്ട് കൊടുത്ത രാജാവിന്റെ നാട്ടുകാരാണ് നമ്മളെന്ന് അഭിമാനത്തോടെ ഇന്ത്യക്കാർക്ക് പറയാൻ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതനല്ലേ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു.
ആ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. നിങ്ങളൊരു സമൂഹം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറഞ്ഞാൽ ഇല്ലാ അജാബഹുമുല്ലാഹ്, അല്ലാഹു ഉത്തരം തരാതിരിക്കില്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി പറഞ്ഞില്ലേ, മാ ഹസദതുകുമുൽ യഹൂദു അലാ ശൈഇൻ മാ ഹസദതുകും അല തഅമീനി വസ്സലാം. നിങ്ങൾ ഒരാൾ ദുആ ചെയ്തിട്ട് മറ്റുള്ളവർ ആമീൻ പറയുന്ന കൂട്ടു പ്രാർത്ഥന, ഇതുപോലെ നിങ്ങൾ പരസ്പരം സലാം പറയുന്നത്, അത് യഹൂദികൾക്ക് വലിയ ദേഷ്യമാണ്, യഹൂദികൾക്ക് വലിയ അസൂയയുള്ള സംഗതിയാണ്. നിങ്ങൾ പരസ്പരം സലാം പറയുന്നതും നിങ്ങൾ ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറയുന്ന കൂട്ടുപ്രാർത്ഥന നടത്തുന്നതും യഹൂദികൾക്ക് വലിയ അസൂയയുള്ള സംഗതിയാണ്. ഫഅക്സിറൂ മിൻ ഖൗലി ആമീൻ. അതുകൊണ്ട് നിങ്ങൾ കൂട്ടുപ്രാർത്ഥന വർദ്ധിപ്പിച്ച് നിങ്ങൾ ആമീൻ പറയുന്നത് വർദ്ധിപ്പിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ അതിനെ സംബന്ധിച്ച് നാട്ടിൽ വെച്ച് പ്രസംഗിച്ച ധാരാളം സീഡികൾ ഇറങ്ങിയതും ഇറങ്ങുന്നതൊക്കെ കിട്ടുമ്പോൾ കേട്ടോളണം. ഇപ്പോൾ ഞാൻ ഇവിടെ നിർത്തുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പ്രചോദനം നൽകിയ സംഗതിയാണ് കൂട്ടായ പ്രാർത്ഥന. കേട്ടോ, ഈ രാജ്യത്ത് ഇതുപോലെ ആയിരങ്ങൾ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഇവിടെ ജായിസത്തുൽ ഖുർആനിന്റെ പരിപാടി നടത്തുന്ന, നമ്മൾക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ അനുമതി നൽകിയ ഔഖാഫും അതിനോടനുബന്ധിച്ചിട്ടുള്ള ജായിസത്തുൽ ഖുർആനിന്റെ കമ്മിറ്റിയും, അവരൊക്കെ നമ്മുടെ എത്ര നന്ദികൾ നമ്മൾ പറയേണ്ടവരാണ്, എത്ര നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. നമ്മുടെ നാട്ടിന്റെ ജീവിതം തന്നെ പലപ്പോഴും ഇത്തരം ഈ നാടുമായി അനുബന്ധിച്ചുകൊണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന നടത്തിയിട്ട് പിരിയേണ്ടതില്ലേ? ഈ രാജ്യത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സാഹിബ് സുമു ശൈഖ് സായിദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ലേ? അതുപോലെ സാഹിബ് സുമു ശൈഖ് മഖ്ദൂം ഇബ്നു റാഷിദ് റഹിമഹുല്ലാഹ്, അങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മൾ ചോദിക്കേണ്ട ധാരാളം ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരില്ലേ? നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരില്ലേ? ദർസ് നിർത്തുന്ന സമയത്ത് ഉസ്താദിനോട് സമ്മതം ചോദിക്കുമ്പോൾ, മോനെ, മഹാന്മാരായ സഹാബത്ത് അവർ ഒരു ഈത്തപ്പഴമെടുത്ത് തൊള്ളയിലിട്ട് ചവച്ചിട്ട് അതിന്റെ നീര് അതൊരാൾ ഇറക്കിയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തതിനാൽ അതേ ഈത്തപ്പഴം തന്നെ, അതേ കാരക്ക തന്നെ മറ്റൊരാളെ തൊള്ളയിലിട്ട് കൊടുത്തിട്ട് അദ്ദേഹവും അതിറക്കിയിട്ട് അങ്ങനെ ഓരോരുത്തരും ഒരേ കാരക്ക തിന്ന് വിഷമിച്ച് ജീവിച്ചിട്ടല്ലേ ദീന് നമ്മളെ കയ്യിലെത്തിച്ചത്. മോനെ, ദർസ് നിർത്തി പോകുമ്പോ നീ പഠനത്തിൽ തന്നെ സമയം കണ്ടെത്തണം, തഖ്വയിലായി ജീവിക്കണമെന്ന് എന്നോട് വസിയ്യത്ത് ചെയ്ത എന്റെ വന്യരായ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അത് നബികളുണ്ടോ, എല്ലാ ആളുകൾക്കും നീ ഖൈറിനെ പ്രദാനം ചെയ്യണേ റഹ്മാനേ. ദുആ ചെയ്ത് നമുക്ക് പിരിയണം. ദുആക്ക് ഉത്തരം കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ റമളാനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അതിന്റെ സമാപനം നിങ്ങൾ ഖുർആനിൽ നോക്കിയാൽ കാണാം. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആൻ. എന്റെ അടിമ ഞാനുമായി സമീപസ്ഥനല്ലേ, അവൻ ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകുമല്ലോ. അതല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ റബ്ബിനോട് പ്രാർത്ഥിക്കണം. എല്ലാവരുടെ പ്രാർത്ഥനയും ഒരുപോലെ അല്ല. അല്ലാഹുവിന്റെ സജ്ജനങ്ങളെ പ്രാർത്ഥന അതിന് പ്രത്യേകം ഉത്തരമുണ്ട്. അതേ നബി അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വയസീദുഹും മിൻ ഫദ്ലി വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്. അതേ ഈമാൻ, അചഞ്ചലമായ ഈമാനുള്ളവർ, സൽക്കർമ്മികളായ ആളുകൾ, അവരെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യും നബിയേ. എല്ലാവരുടെ ദുആയും തുല്യമല്ല, മഹാന്മാരുടെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഖുർആൻ പറയുന്നു. അത് തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാന്മാരായ ആളുകളുടെ സവിശേഷത പറഞ്ഞിട്ട് പറയുന്നു. അതേ, മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ ഹർബി. എന്റെ ഔലിയാക്കളിൽ ഒരു വലിയനോട് വല്ലവനും ശത്രുത വെച്ചാൽ അവൻ എന്നോട് യുദ്ധത്തിന് വന്നവനാണെന്ന് പറഞ്ഞിട്ട്, എങ്ങനെയാണ് ഒരാൾ അല്ലാഹുവിന്റെ സാമീപ്യം കരമാക്കിയവനാവുക? എന്തുകൊണ്ടാണ് ഒരാൾ വലിയാവുക? സുബ്ഹാനല്ലാഹ്.
നിസ്കരിക്കാതെ ദിക്ർ ചൊല്ലിയാ മതിയോ? ആലിമീങ്ങളെ തള്ളി പറഞ്ഞാൽ വലിയാകുമോ, ശൈഖാകുമോ, മഹാനാകുമോ? ഇല്ല ഇല്ല. അല്ലാഹ് കൽപ്പിച്ചതെല്ലാം എടുക്കണം, അല്ലാഹ് വിരോധിച്ചതെല്ലാം കൈയൊഴിക്കണം. അപ്പോഴേ മഹാന്മാരെ വഴിയിൽ കടക്കൂ. ഏതെങ്കിലും വ്യാജമായ എന്തെങ്കിലും വഴിയിൽ കടന്നിട്ട് അതാ പെട്ടുപോയവരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ അംഗീകരിക്കണം കേട്ടോ. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. അല്ലാഹു തആല പഠിപ്പിച്ച ശരീഅത്തിനെ പിന്തുടരാതെ ഒരാൾക്കും തന്നെ ഒരു നല്ല വഴിയിലും കടക്കാൻ സാധ്യമല്ല. ഒരാൾക്കും അല്ലാഹുവിനെ തൃപ്തികരമാക്കാൻ സാധ്യമല്ല. ചെറുപ്പക്കാരെ, കൃത്യമായി നിസ്കരിക്കണേ, നോമ്പെടുക്കണേ, ഹജ്ജ് ചെയ്യണേ, സക്കാത്ത് കൊടുക്കണേ, കുടുംബബന്ധം ചേർക്കണേ. പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയല്ലേ. അതുപോലെ നബിതങ്ങളെ കുടുംബത്തെ നമ്മൾ ഒരു നിലക്കും ഏത് പാർട്ടിക്കാരനായാലും നബിയുടെ കുടുംബത്തെ നിസാരപ്പെടുത്തല്ല കേട്ടോ. അതുപോലെ നാട്ടിലും സമുദായത്തിലും പള്ളികളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലും പരസ്പരം ബഹളം വെച്ച് പരസ്പരം ഭിന്നിക്കുന്ന ശൈലിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതെ നമ്മൾ മുസ്ലിമീങ്ങൾ ഏകോദര സഹോദരന്മാരായി യോജിപ്പിന്റെ മേഖലകളിൽ എന്തെല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമോ അതെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് അള്ളാഹിന്റെ ദീനിന് വേണ്ടി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും കടപ്പാടെന്ന ഓർമ്മ വേണം. അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുന്യാനി യസുദ്ദു ബഅദുഹു ബഅദാ. പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഓരോ മതിലുകൾക്കുള്ള, അതുപോലെ വീടുകൾക്കുള്ള അതിന്റെ താബൂക്ക് പോലെ, അതിന്റെ ഓരോ കട്ടകൾ പോലെ പരസ്പരം സഹകരിച്ചുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ഇരിക്കട്ടെ, അങ്ങനെ പഠിപ്പിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറയുന്നതായി നമ്മളെ പഠിപ്പിച്ചില്ലേ? ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി. എന്റെ അടിമ ഫർളെല്ലാം എടുക്കുന്നതിന്റെ പുറമെ സുന്നത്തുകൾ ധാരാളം എടുത്തു ജീവിക്കുമ്പോൾ എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, എന്നിലേക്ക് വീണ്ടും അടുക്കുന്നു. ഫർളെല്ലാം എടുക്കുന്നതിന്റെ പുറമെ സുന്നത്ത് എടുക്കുന്നു. ചെറുപ്പക്കാരാ, സുന്നി പ്രവർത്തകൻ എന്ന് പറയുന്ന എന്റെ ചെറുപ്പക്കാരായ എന്റെ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, അതുപോലെ ഓരോ മുസ്ലിമീങ്ങളെ, താടി വളർത്തൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് കേട്ടോ. അത് നമ്മുടെ ജീവിതത്തിൽ എടുക്കാനുള്ള സുന്നത്താണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ സലാം പറയുമ്പോ അവിടുന്ന് നമ്മുടെ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ മുഖത്ത് നമ്മൾ അവിടുത്തെ സുന്നത്ത് പാലിക്കുന്നവരായി കാണേണ്ടതില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ താടി വളർത്തുന്നവരാകണം, സുന്നത്ത് നിസ്കരിക്കുന്നവരാകണം, നിസ്കാര ശേഷമുള്ള ദിക്റും ദുആയും ഒക്കെ നടത്തണം. യാത്രയുടെ സമയം നമുക്കറിയില്ലല്ലോ. ജാഹിലിങ്ങളല്ലേ ഈ എന്റെ പ്രസംഗം തീരുന്നത് വരെ എനിക്ക് ഗ്യാരണ്ടി ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ റൂമിലെത്താൻ ഗ്യാരണ്ടി ഉണ്ടോ? വിളിച്ചാൽ പോകേണ്ടുന്ന നമ്മൾ എപ്പോഴും ഒരുങ്ങി ജീവിക്കുന്നതല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. സഹോദരന്മാരെ, യാത്രയുടെ ഇടയ്ക്ക് മരിച്ചു പോയവരില്ലേ? യാത്ര ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ റൂമെന്ന് മരിച്ചു പോയവരില്ലേ? അതാ വീട്ടിലെത്തുന്നതിന് മുമ്പ് ആക്സിഡന്റിൽ മരിച്ചുപോയ പ്രവർത്തകന്മാരില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മരിച്ചുപോയവരില്ലേ? ഇവിടുന്ന് മരിച്ചിട്ട് നമ്മൾ തന്നെ മയ്യിത്ത് അങ്ങോട്ട് കൊണ്ടുപോയവരും ഇവിടെ നിർത്തിയവരുമില്ലേ? ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. ഓരോ പണ്ഡിതന്മാരെയും പ്രവർത്തകന്മാരെയും ഒരു ഓർമ്മ വരികയാണ്. അല്ലാഹുവേ, അവരെല്ലാവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളൊന്നുമില്ലാത്ത പ്രദേശത്ത് വെച്ച് മരിച്ച് ഞങ്ങളെ മയ്യിത്ത് എടുത്തുകൊണ്ടു പോകുന്ന ചുറ്റുപാടുണ്ടാക്കരുത് റഹ്മാനെ. റബ്ബേ, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുള്ള മരണം തരണം റഹ്മാനെ. അതിനല്ലേ ഇൽമിന്റെ സദസ്, അതിനല്ലേ ഖുർആനിന്റെ സദസ്, അതിനല്ലേ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഈ ചിന്ത മനസ്സിൽ വെച്ച് ഞാൻ ഇതുവരെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, ശരീരത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ ഓരോ അവയവങ്ങളുടെയും ശുദ്ധീകരണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാൽ ഞാനങ്ങ് നന്നായി പോയാലോ. അതുകൊണ്ട് ഞാൻ മോശക്കാരനാണെന്ന് നിങ്ങളെ മനസ്സിൽ തോന്നുന്നവർ, നിങ്ങൾ തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഞാനൊരു നല്ലവനാണെന്ന വാദം എനിക്കില്ല. ലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ ശരീരത്തെ നല്ലവരാണെന്ന് പറയരുതെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഇല്ലയോ, അല്ലാഹല്ലേ യുസക്കി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവനെ അവനല്ലേ സംസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ പറ്റിയവനാകാം, പ്രവർത്തന രംഗത്ത് പാളിച്ച പറ്റിയവനാകാം, പ്രസംഗത്തിൽ പാളിച്ച പറ്റിയവനാകാം, പ്രവർത്തനങ്ങളിൽ പാളിച്ച പറ്റിയവനാകാം. ഏത് ദുസ്വഭാവം എന്റെ ജീവിതത്തിൽ വന്നു, എന്റെ
റബ്ബ് എനിക്ക് പുറത്തു തരുമാറാകട്ടെ. നിങ്ങളിൽ പാളിച്ച വന്നു, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന പ്രതിജ്ഞ എടുത്ത് അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് ഈ സദസ്സിൽ വെച്ച്